ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എക്യുപ്മെന്റ്സ് ഫോർ എയർവേ മാനേജ്മെന്റ്. Yes, it is clear. Okay. So, shall I start then? Okay. Yes, Yeah. please. അപ്പോൾ എക്യുപ്മെന്റ്സ് ഫോർ എയർവേ മാനേജ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അനസ്തീഷ്യ വിഭാഗത്തിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എയർവേ മാനേജ് ചെയ്യുക. എയർവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റി മുതൽ താഴെ ലങ്സിലേക്കുള്ള പാത്വേ, എയർ പോകുന്ന അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആ ഒരു ഫുൾ പാത്വേനെയാണ് നമ്മൾ ഈ എയർവേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സുഗമമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പോൾ പല ഘട്ടങ്ങളിൽ ചിലപ്പം നമ്മൾ അനസ്തീഷ്യ ഒരു നോർമലായിട്ടുള്ള ഒരു പേഷ്യന്റിന് അനസ്തീഷ്യ കൊടുത്തു കഴിയുമ്പം നമുക്ക് എയർവേ മാനേജ് ചെയ്യേണ്ടി വരും. അല്ലാത്ത ഘട്ടങ്ങൾ എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് അത്യാഹിതമായിട്ട് വരുമ്പോഴും എയർവേ മാനേജ് ചെയ്യേണ്ടി വരും. ഈ രണ്ട് ഘട്ടങ്ങളിലും ഈ ശ്വാസോച്ഛ്വാസം സുഗമമായിട്ട് ലങ്സിലേക്ക് എത്തുകയും ആൽവിയോളയിൽ എത്തി ആ ഓക്സിജൻ ശരീരത്തിന് ലഭ്യമാക്കാനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ് എയർവേ മാനേജ്മെന്റ്. അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇന്നത്തെ വിഷയം. എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സുഗമമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം ഒരാൾ മറ്റൊരാൾക്ക് നൽകുകയാണെങ്കിൽ. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: മാസ്ക്, സുപ്രാഗ്ലോട്ടിക് എയർവേസ് ആൻഡ് എയർവേ അഡ്ജൻസ്, സീലിംഗ് ഫേസ് മാസ്കുകൾ, ആംബു ബാഗ്, മഗിൽ ഫോർസെപ്സ്, ഗുഡൽ എയർവേസ്, നേസോഫെറിഞ്ചൽ എയർവേസ്, ലറിഞ്ചൽ മാസ്ക് എയർവേസ്, ബൂജീസ്, സ്റ്റിലറ്റ്സ്, പിന്നെ ലറിംഗോസ്കോപ്സ്, ഡയറക്ട് വിഷൻ ലറിംഗോസ്കോപ്പ്, റിജിഡ് ഇൻഡയറക്ട് ലറിംഗോസ്കോപ്പ്, ഫൈബർ ഓപ്റ്റിക് എൻഡോസ്കോപ്സ് ഫോർ ഇൻറ്റുബേഷൻ, വീഡിയോ ലറിംഗോസ്കോപ്പ്, പിന്നെ ഇൻഫ്രാഗ്ലോട്ടിക് എയർവേസ് ആയ എൻഡോട്രക്കിയൽ ട്യൂബ്സ്, ഡബിൾ ല്യൂമൻ എൻഡോട്രക്കിയൽ ട്യൂബ്സ്, ട്രക്യൂസ്റ്റമി ട്യൂബ്സ്. ആദ്യം തന്നെ നമുക്ക് സീലിംഗ് ഫേസ് മാസ്ക്. എല്ലാവർക്കും പരിചിതമായ ഒരു ഡിവൈസ് ആണ് സീലിംഗ് ഫേസ് മാസ്ക്. ഏറ്റവും ആദ്യം നമ്മൾ ഏതൊരു പേഷ്യന്റ് വന്നാലും എയർവേ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? മാസ്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഈ മാസ്ക് ആണ് ഇപ്പം നമ്മൾ ഏറ്റവും പണ്ട് കാലത്ത് ബ്ലാക്ക് കളറിലുള്ള മാസ്കുകൾ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഓൾമോസ്റ്റ് അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സീലിംഗ് ഫേസ് മാസ്കുകൾ അധികപക്ഷവും ഇങ്ങനെ കാണപ്പെടുന്നതാണ്. ഇത് ഈ മാസ്കിന്റെ പ്രത്യേകത, ഇതിന് ഒരു സോഫ്റ്റ് സീലാണ്. നമ്മൾ മുഖത്തോട്ട് വെക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീലാണ് പേഷ്യൻസിന്റെ വായിക്കും മൂക്കിനും ചുറ്റിനും ഉണ്ടാവുക. ഈ സീല് അല്ലെങ്കിൽ സീല് ഇങ്ങനെ അമക്കി പിടിച്ച് നമ്മൾ ആ ലീക്ക് ഒഴിവാക്കുന്നതുകൊണ്ട് 100% ഓക്സിജനും പേഷ്യന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ബ്രീത്തിങ് സിസ്റ്റം, ഇതിന്റെ ഈ കത്തീഡ്രൽ നിങ്ങൾക്ക് മേളിൽ കാണാം. ഞാൻ എൻ്റെ കേഴ്സർ വെച്ചിട്ട് ഈ മേളിൽ കാണാവുന്ന ഈ കണക്ടറിലേക്ക് ഒരു 90 ഡിഗ്രി ആംഗിൾ പീസ് വഴിയാണ് നമ്മൾ എന്ത് ഡിവൈസ് വെച്ചിട്ടാണ് ഓക്സിജൻ കൊടുക്കുന്നത്. ഇപ്പം ആംബു വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്യൂട്ട് വെച്ചിട്ടാണെങ്കിൽ അത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്സിജൻ കൊടുക്കുക. ഈ ആംഗിൾ പീസ് അറ്റാച്ചസ് ടു ദ മാസ്ക് ബൈ സ്റ്റാൻഡേർഡ് 22 മില്ലിമീറ്റർ കണക്ടർ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ് ആ കണക്ടറിന്. അപ്പോൾ മിക്കവാറും ഉപയോഗിക്കുന്ന കണക്ടേഴ്സിനൊക്കെ ആ ഒരു സൈസ് ആയതുകൊണ്ട് അത് എന്തും അതിനകത്ത് ഫിക്സ് ആവും. പിന്നെ ഇതിന് ഓരോ സൈസ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് അഡൽട്ട് സൈസ് ഉണ്ട്, പീഡിയാട്രിക് സൈസുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ മെഷർമെന്റ് ആയിട്ട് നമ്മൾ നിയോനേറ്റിന് ഉപയോഗിക്കുന്നത് ഇൻഫന്റ്, പീഡിയാട്രിക് അങ്ങനെ വ്യത്യാസമായിട്ട് ഉണ്ടാവും. ചില പീഡിയാട്രിക് മാസ്കുകൾക്കാണെങ്കിൽ ഒരു സുഗന്ധം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്ലസന്റ് സ്മെൽ ഉണ്ടാക്കുന്നത് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര നല്ലതായിട്ട് തോന്നും. ഇനിയും എന്താണ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ഒരു സീലിംഗ് ഫേസ് മാസ്ക് 100% ഓക്സിജനെ നമുക്ക് എങ്ങനെ ആ രോഗി അല്ലെങ്കിൽ ആ പേഷ്യന്റിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. ഇതാ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റ് ചെയ്യാൻ. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പമായിട്ടും ഒരു പേഷ്യന്റ് പെട്ടെന്ന് നമുക്ക് ഓക്സിജൻ ലഭ്യമാക്കണമെങ്കിൽ ഏറ്റവും സുഖമായിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയാണ് ഫേസ് മാസ്ക് ഉപയോഗിക്കുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കിപ്പം എല്ലാ പേഷ്യൻസിനും ആ സീല് കിട്ടണമെന്നില്ല. ഏതൊക്കെ തരം പേഷ്യൻസ്? ചിലപ്പം പല്ലില്ലാത്തവര്, പ്രായമായവര്, അല്ലെങ്കിൽ നന്നായിട്ട് താടി വളർത്തിയ ആൾക്കാരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മാൽഫോർമേഷൻ, മുഖത്ത് എന്തെങ്കിലും മാൽഫോർമേഷൻ, അല്ലെങ്കിൽ നന്നായിട്ട് തടിയുള്ളവർക്ക്. ഇപ്പം ഇവർക്കൊക്കെ ഈ ഒരു സീല് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ചില പേഷ്യൻസിന് നമ്മൾ ഇത് മുഖത്തോട്ട് വെക്കുമ്പോൾ തന്നെ പ്രീ ഓക്സിജനേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ സർജറിയുടെ സമയത്തൊക്കെ വെക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ വന്നിരുന്നിട്ട് അവർക്ക് ആകെക്കൂടെ ഒരു
വിമിഷ്ടം തോന്നാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ അമക്കി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സ്കിന്നിൻ്റെ അവിടെ മുറിവുകൾ വരാനും വളരെ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത്. ഇനി അടുത്ത ഒരു എക്യുപ്മെന്റ് വരികയാണെങ്കിൽ ഇതെല്ലാവർക്കും സുപരിചിതമാണ് ആംബു ബാഗ് റെസിസ്റ്റേറ്റർ. ആംബു എന്നാൽ ഒരു ലോപിച്ചിരിക്കുന്ന ഒരു നാമമാണ്. അതായത് അതിൻ്റെ പേര് ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ്. എന്താണ് ഇത് ചെയ്യുക? ഇതിന് ഒരു സെൽഫ് ഇൻഫ്ലേറ്റിംഗ് ബാഗ് ഉണ്ട്. സെൽഫ് ഇൻഫ്ലേറ്റിംഗ് ബാഗ് ഉണ്ട് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് റബ്ബർ ഓർ സിലിക്കൺ. പിന്നെ ഒരു നോൺ റീബ്രീത്തിങ് വാൽവും പിന്നെ ഒരു മാസ്കും. ഇവിടെ നിങ്ങൾക്ക് മാസ്ക് കാണാം. നോൺ റീബ്രീത്തിങ് വാൽവ് ഈ എക്സ്പിറേറ്ററി പോർട്ട് ഉണ്ട് ഇവിടെ. ആ എക്സ്പിറേറ്ററി പോർട്ടിനെ നമ്മൾ ഈ ബാഗ് സ്ക്വീസ് ചെയ്യുമ്പം അമക്കുമ്പം അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള 100% ഓക്സിജനെ മാസ്ക് വഴി രോഗിയിലേക്ക് കടത്തും. അത് നമ്മൾ പ്രസ് ചെയ്ത് ആ ഓക്സിജൻ രോഗിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിലീസ് ചെയ്യുമ്പം ഈ എക്സ്പിറേറ്ററി വാൽവ് ഓപ്പൺ ആയിട്ട് ഈ ബാക്കിയുള്ള എക്സ്പയർഡ് എയർ പുറത്തോട്ട് തള്ളാൻ സഹായിക്കും. അപ്പം എക്സ്പയർഡ് എയർ പുറത്തോട്ട് പോവുകയും ഫ്രഷ് ഓക്സിജൻ മാത്രം ഉള്ളിലേക്ക് പോകാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ആംബു ബാഗ് റെസിസ്റ്റേറ്റർ. അതേപക്ഷം നമ്മൾ ഉപയോഗിക്കുന്നത് എമർജൻസി സിറ്റുവേഷൻസിൽ, കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ വാർഡുകളിൽ കോഡ് ബ്ലൂ വിളിക്കുന്ന സമയത്ത് ഇതിനൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആംബു ബാഗ് റെസിസ്റ്റേറ്റർ യൂസ് ഉണ്ടാകുന്നത്. പല സൈസുകളിൽ വരും. നമ്മൾ അഡൾട്ട്സിന് ഉപയോഗിക്കുന്നത് ഏകദേശം 1.2 ലിറ്ററിൻ്റെ ബാഗ് ആയിരിക്കും. പിന്നെ പീഡിയാട്രിക് കുട്ടികളിലാണെങ്കിൽ 500 മില്ലി ലിറ്ററിൻ്റെ ഉണ്ടാവും. നിയോനേറ്റ്സിൽ 250 ml ആംബു ബാഗാണ് ഉപയോഗിക്കുക. ഇനി ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിനകത്തും കാഷ്വാലിറ്റിയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, ഇതിൻ്റെ പേരാണ് മഗിൽ ഫോസെറ്റ്സ്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? മഗിൽ ഫോസെറ്റ്സിന് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു സിസേഴ്സ് മാതിരി ഇരിക്കും. പക്ഷെ അതിൻ്റെ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്ലണ്ടാണ്, ഒരു വട്ടത്തിലാണ് ഇരിക്കുന്നത്. എന്തോ ഒരു പിടിച്ച് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ തക്ക രീതിയിലാണ് അതിൻ്റെ ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേക ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാക്ട്ലി എൽ അല്ലെങ്കിലും കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായുടെ ഉള്ളിലേക്ക് കടത്തിയിട്ട് വായ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു ട്യൂബ് ചെയ്യുകയാണെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എത്തിക്കാം. നമുക്ക് നമ്മുടെ 2 വിരലുകൾ അകത്ത് കടത്തി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഈ ഉപകരണം വെച്ചിട്ട് നമുക്ക് വായുടെ വെളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലോട്ട് കടത്തിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒറിജിനലി ഡിസൈൻ ടു എയ്ഡ് പ്ലേസ്മെന്റ് ഓഫ് ബൂജീസ് ഇൻ ടു ദ ലാരിങ്സ്. മഗിൽ ഫോസംസ് ആർ കോമൺലി യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ഓൾ മാനർ ഓഫ് ഓബ്ജക്ട്സ്. അതായത് ട്യൂബ്സ്, നേസോഗാസ്ട്രിക് ട്യൂബ്, അതായത് റൈൽസ് ട്യൂബുകൾ, ത്രോട്ട് പാക്കുകൾ, പിന്നെ ഫോറിൻ ബോഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഇതിനെല്ലാം ഈ മഗിൽ ഫോസെറ്റ്സ് യൂസ്ഫുൾ ആണ്. ഇത് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ സേഫ് പ്രാക്ടീസ് ആൻഡ് ഷുഡ് ബി ഇമീഡിയറ്റ്ലി അവൈലബിൾ ഡ്യൂറിങ് എവറി അനസ്തെറ്റിക്. എല്ലാ തിയേറ്ററുകളിലും അല്ലെങ്കിൽ എല്ലാ എയർവേ മാനേജ്മെന്റ് എക്യുപ്മെന്റ് ട്രേക്കകത്തും നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട സാധനമാണ് ഈ മഗിൽ ഫോസെറ്റ്സ്. ഇതും പല സൈസുകളിൽ അവൈലബിൾ ആണ്. പീഡിയാട്രിക് സൈസുകളുണ്ട്, നിയോനേറ്റ് സൈസുകളുണ്ട്, അഡൽട്ട് സൈസുകളുണ്ട്. അപ്പോൾ എപ്പോഴും കറക്റ്റ് സൈസ്, ഓപ്റ്റിമൽ സൈസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗം നമുക്ക് ലഭ്യമല്ലാതാവും. കേർവ്ഡ് ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, allows the anesthetist hand to be out of the line of vision. അപ്പോൾ നമ്മുടെ കൈ ഒരിക്കലും നമ്മുടെ വിഷനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റ്സ് മാനിപ്പുലേഷൻ ഓഫ് ഓബ്ജക്ട്സ് വിത്തിൻ ദ ഓറോഫാരിങ്സ്. നമുക്ക് വായിക്കകത്ത് എന്തൊക്കെ നമ്മുടെ കൈവച്ച് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഈ ഉപകരണം വെച്ചിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ കൈ ഒരിക്കലും അപ്പം ഇത് വരുത്തില്ല, നമ്മുടെ സൈറ്റിനെ ബ്ലോക്ക് ചെയ്യില്ല. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇത് എവിടെയെങ്കിലും തട്ടിയിട്ട് മുറിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് നമ്മൾ ഇത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുമ്പം ചില സമയത്ത് കഫിനെ ടയർ ചെയ്യാൻ, കഫ് കീറിപ്പോകാനും അതുവഴി ലീക്ക് വരാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ യുവിലേക്കും ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ സാധനം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഗുഡൽസ് എയർവേ. ഓക്കെ, ഗുഡൽസ് എയർവേ എന്നുള്ള പേര് വരാൻ കാരണം ഇത് കണ്ടുപിടിച്ച ഒരു അമേരിക്കൻ അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ആർതർ ഗുഡൽ എന്നായിരുന്നു. നിങ്ങളിവിടെ കാണുന്ന പോലെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇത് നമ്മൾ പറയുന്ന ഫ്ലാഞ്ച്. ഇവിടുന്ന് നേരെ ഇത് ടിപ്പാണ്. ഇതിൻ്റെ ബോഡി ഒരു പ്രത്യേക കേർവ്ഡ് ഷേപ്പിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ വായുടെ ക്യാവിറ്റി, ഓരോ ക്യാവിറ്റിക്ക് നാക്ക് മാറ്റി ഉള്ളിലെത്തി ഹൈപ്പോഫാരിങ്സിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഷേപ്പിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേക പെക്യൂലിയർ കേർവ്ഡ് ഷേപ്പ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഭാഗമാണ് വായുടെ അവിടോട്ട് വരുന്നത്. ഇത്
അകത്തോട്ട് ഉള്ളിലേക്ക് പോയി ഹൈപ്പോഫാരിങ്സിലൂടെയൊക്കെ പോകുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അൺകോൺഷ്യസ് പേഷ്യൻ ടു ഇംപ്രൂവ് എയർവേ. അപ്പൊ എന്ത് തരം പേഷ്യൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ബോധരഹിതമായ ആൾക്കാർ, അവരവരുടെ എയർവേ അവർക്ക് സ്വമേധയാ ഓപ്പൺ ചെയ്ത് വെക്കാൻ കഴിവില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഉപയോഗം വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നാക്ക് വന്ന് അണ്ണാക്കില് തട്ടിയിട്ട് നമ്മുടെ എയർവേ ഒബ്സ്ട്രക്റ്റ് ഒക്കെ ആവുമ്പം ഈ ഗൂഡൽസ് എയർവേ വെച്ചിട്ടാണ് നമ്മൾ എയർവേ ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. അപ്പം ഒരു അനസ്തെറ്റിക് സെറ്റിങ്ങിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ മാസ്ക് പ്രീ ഓക്സിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മാസ്ക് പിടിച്ചിട്ടാണ് ഓക്സിജൻ കൊടുക്കുക. ആ സമയത്ത് ഓക്സിജൻ ലഭ്യമാവുന്നില്ല, അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വായിക്കകത്ത് എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഗൂഡൽസ് എയർവേ ഉപയോഗിക്കാൻ നമുക്ക് ആ എയർവേ പേറ്റൻസി നമുക്ക് ലഭ്യമാകും. ഇതും പല സൈസുകളിലാണുള്ളത്. ഇപ്പൊ സൈസ് 5 ഉണ്ട്, സൈസ് 4, സൈസ് 3 നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെറിയ സൈസുകൾ വരെയുണ്ട്. ഇനി എങ്ങനെ നമ്മൾ ഇതിന്റെ സൈസ് അളക്കും, ഏത് സൈസ് ആർക്ക് കൊടുക്കണം എന്ന് എങ്ങനെയാണ് മനസ്സിലാകുക? 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഹാർട്ട് ടു ഹാർട്ട് മെത്തേഡും സോഫ്റ്റ് ടു സോഫ്റ്റ് മെത്തേഡ് എന്ന് പറയും. ഹാർട്ട് ടു ഹാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലാഞ്ച് ഇൻസിസേഴ്സിന്റെ ഇടയിൽ നിന്ന് ഇൻസിസേഴ്സിന് പല്ലിന്റെ മുമ്പിലുള്ള പല്ലിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ഈ താടിയെല്ലിന്റെ കോണർ, ഈ ആങ്കിൾ എന്ന് പറയും, ഈ ഭാഗം താടിയെല്ലിന്റെ ആങ്കിളിന്റെ അവിടെ, ഈ ആങ്കിളിന്റെ അവിടെ കൊണ്ടുപോയി വെക്കുക. ഈ ഒരു ലെങ്ത് കിട്ടുന്ന അനുയോജ്യമായിട്ടുള്ള ഗൂഡൽസ് എയർവേ വേണം നമ്മൾ ഉപയോഗിക്കാൻ രോഗികൾ. സോഫ്റ്റ് സോഫ്റ്റ് മെത്തേഡിനകത്ത് നിങ്ങൾക്ക് കാണാം ടിപ്പ് ഓഫ് ദ ലിപ്സ്, നമ്മുടെ ആ ചുണ്ടുകളുടെ അറ്റത്തുനിന്ന് നമ്മൾ ഈ ആങ്കിളിന്റെ ഓഫ് ദ മാൻഡിബിൾ വരെ ഇത്രയും സൈസ് വരുന്ന മാത്രമേ നമ്മൾ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇനി അതല്ലാത്ത പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ഉടനെ തന്നെ കാണാം. ഇനിയും ഇത് ഇടാൻ പ്രത്യേക ഒരു രീതിയുണ്ട്. നമ്മൾ വെറുതെ എടുത്തിടുകയല്ല ചെയ്യുന്നത്. ഇതെങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് ഇവിടെ പടം കാണാം. ഇത് ആദ്യം നമ്മൾ ഇറ്റ് ഈസ് ഇൻസെർട്ടഡ് അപ്സൈഡ് ഡൗൺ ആൻഡ് ദെൻ റൊട്ടേറ്റഡ്. അതായത് ആദ്യം തിരിച്ചു വെച്ചിട്ടാണ് ഇടുന്നത്. ഈ കർവ്ഡ് ഭാഗം തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇത് സാധാരണ ഇങ്ങനെ ഇത് തിരിഞ്ഞല്ലേ ഇരിക്കുക നമ്മൾ സാധാരണ. പക്ഷെ നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് ആദ്യം വായിക്ക് ഉള്ളിൽ കയറ്റി, എന്നിട്ട് അകത്ത് എന്ന് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം 180 ഡിഗ്രി തിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ അത് അവിടെ ഹൈപ്പോഫാരിങ്സ് അവിടെ പ്ലേസ്ഡ് ആവും. അത് പ്ലേസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് എയർവേ പേറ്റൻസി ഉണ്ടാവും. ബ്ലൈൻഡ് ഇൻസേർഷൻ, ഇത് വെറുതെ കുത്തി കയറ്റുമ്പം വളരെ സൂക്ഷിച്ചോണം, അവിടെ ഇവിടെയും തട്ടി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻകറക്റ്റ് സൈസിങ് മേ കോസ് ഒബ്സ്ട്രക്ഷൻ. കാരണം ഭയങ്കര ലോങ് ആയിട്ടുള്ളതാണെങ്കിൽ എന്ത് പറ്റും? അടിയിൽ ചെന്നിട്ട് എപ്പിഗ്ലോട്ടിസിനെ അമക്കി ലാരിക്സിനെ മൊത്തമായിട്ടും ഒബ്സ്ട്രക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീരെ ചെറുതാണെങ്കിൽ എന്ത് പറ്റും? ഇത് വീണ്ടും അതിന്റെ ഇത് ഇട്ട് കഴിഞ്ഞ് ഗൂഡൽസ് എയർവേ ഇട്ട് കഴിഞ്ഞാലും പിന്നെയും അതിന്റെ പുറകു ഭാഗത്ത് നാക്ക് വന്ന് അണ്ണാക്കിൽ തട്ടിയിട്ട് വീണ്ടും ഒബ്സ്ട്രക്ഷൻ വരാം. അപ്പൊ ഇത് ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഗുണം ഉണ്ടാവത്തില്ല. അപ്പൊ എപ്പോഴും ഓർത്തോണം, നമ്മൾ ഗൂഡൽസ് എയർവേ ഇടുകയാണെങ്കിൽ സൈസ് നോക്കിയിട്ടേ ഇടാൻ പാടുള്ളൂ. ഇനി നേസോഫെരിഞ്ചൽ എയർവേസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഓറോഫെരിഞ്ചൽ എയർവേസ്, അതായത് വായിലൂടെ ഇടുന്ന എയർവേ ആണെങ്കിൽ ഇത് നേസോഫെരിഞ്ചൽ എയർവേ. ഇവിടെയും നിങ്ങൾക്ക് കാണാം പല സൈസുകളിലാണ് ഉണ്ടാവുന്നത്. ഇതിനും ഒരു ഫ്ലാഞ്ചിന്റെ ഒരു ടിപ്പ് ഉണ്ടാവും. ടിപ്പ് നിങ്ങൾക്ക് കാണാം ബിവൽഡ് ആണ്. ബിവൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെത്തി വെച്ചിരിക്കുന്ന പോലെയാണ് അതിന്റെ അറ്റം ഇരിക്കുന്നത്. നേസോഫെരിഞ്ചൽ എയർവേ അഡ്ജങ്ക്റ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഓറോഫെരിഞ്ചൽ. അതായത് നമ്മൾ ഓറൽ എയർവേക്ക് പകരക്കാരനായിട്ടാണ് നേസോഫെരിഞ്ചൽ എയർവേ ഉപയോഗിക്കുന്നത്. It is most commonly used in emergency situation, but may be used in anesthetized patient who have poor mouth opening. ഇപ്പം മാക്സിലോഫേഷ്യൽ സർജറി അല്ലെങ്കിൽ തീരെ വാ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര ഒട്ടും മൗത്ത് ഓപ്പണിംഗ് നോക്കുമ്പോൾ ഇല്ലാത്ത അങ്ങനത്തെയൊക്കെ പേഷ്യൻസിന് നമുക്ക് നേസോഫെരിഞ്ചൽ എയർവേ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ. ഇറ്റ് ഈസ് ഓൾസോ സംടൈംസ് യൂസ് ടു ഫെസിലിറ്റേറ്റ് റെഗുലർ സക്ഷനിങ് ഓഫ് ദ ഓറോഫാരിങ്സ് യൂസിങ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് സക്ഷൻ, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സക്ഷൻ കത്തിയിട്ടിട്ട് നമുക്ക് സക്ഷൻ കൊടുക്കാനും പറ്റും. ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ ഓറോഫാരിങ്സ് മെഷർ ചെയ്തത് എവിടുന്ന, നമ്മൾ ലിപ്സിന്റെ അവിടുന്ന് ആംഗിൾ ഓഫ് ദ മാൻഡിബിൾ ആയിരുന്നെങ്കിൽ നേസോഫാരിഞ്ചൽ എയർവേ നമ്മൾ മെഷർ ചെയ്യുന്നത് ലാറ്ററൽ എഡ്ജ് ഓഫ് ദ നോസ്ട്രിലിൽ നിന്ന് ട്രാഗസ് ഓഫ് ദി ഇയർ. ട്രാഗസ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഇതിനെയാണ് ട്രാഗസ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. അപ്പം ലാറ്ററൽ സൈഡ് ഓഫ് ദി നോസ്ട്രിൽ, മൂക്കിന്റെ സൈഡിൽ നിന്ന്
നമ്മൾ ട്രാഗസ്, ഇയറിന്റെ ട്രാഗസ് എവിടെ നോക്കുക, മെഷർ ചെയ്യുക. ആ പാകത്തിനുള്ള നേസോഫെറിഞ്ചൽ എയർവേ മാത്രമേ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായാൽ അത് എവിടെയെങ്കിലും ചെന്ന് ഒബ്സ്ട്രക്ട് ചെയ്തിരുന്ന വീണ്ടും അത് കുഴപ്പമുണ്ടാക്കും. തീരെ ചെറുതാണെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള എയർവേ പേറ്റൻസി ലഭ്യമാവത്തില്ല. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതൊരു ഇപ്പോൾ ഓറോഫെറിഞ്ചൽ എയർവേ നമ്മൾ പറഞ്ഞു, സെമി കോൺഷ്യസ് പേഷ്യൻസിൽ ചിലപ്പോൾ ഓറോഫെറിഞ്ചൽ ഗൂഡൽസ് എയർവേ ഇരിക്കണം എന്നില്ല. കാരണം പേഷ്യൻസ് ടോളറേറ്റ് ചെയ്തില്ല, ഒരു തുപ്പിക്കളയും, നാക്ക് വെച്ച് തെള്ളുകയൊക്കെ ചെയ്യണമെങ്കിൽ ചുമക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഇത് ഒരല്പം സെമി കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു വേറൊരു ഗുണം. പിന്നെ സക്ഷനിങ് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ കൂടെ. പിന്നെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഒരു ന്യൂറോ സർജിക്കൽ പേഷ്യൻ്റ്, ഇപ്പോൾ ബേസ് ഓഫ് ദ സ്കൾ ഫ്രാക്ചർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലീഡിങ് അസുഖങ്ങളുള്ള ആൾക്കാർക്കും നമ്മൾ എപ്പോഴും കരുതലോടെ വേണം നേസോഫെറിഞ്ചൽ എയർവേ, അല്ലെങ്കിൽ കഴിവതും അത് ഉപേക്ഷിക്കാൻ നോക്കുക. ഓക്കെ, അടുത്തത് വരുന്നതാണ് സുപ്രാഗ്ലോട്ടിക് എയർവേ ഡിവൈസസ്. ഇത് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഇന്നത്തെ കാലത്ത് ഏതാണ്? ലരിഞ്ചിയൽ മാസ്ക് എയർവേ, LMA. ഈ LMA 1988 ബ്രിട്ടീഷ് അനസ്തെറ്റിസ്റ്റായ ഡോക്ടർ ആർച്ചി ബ്രെയിൻ ആണ് ഇത് ആദ്യമായിട്ട് ഡിവൈസ് ചെയ്ത് ഇത് ഉപയോഗത്തിലെത്തിക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഏകദേശം വീണ്ടും റീയൂസബിൾ ആയിരുന്നു. 40% സമയം നമുക്ക് ഇതിനെ ഓട്ടോക്ലേവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇതിന്റെ ക്ലാസിക് LMAയിൽ നിന്നും മാറി ഒരുപാട് ഇതിന്റെ വേരിയന്റുകൾ പല ടൈപ്പിലും പല ഷേപ്പുകളിലും ഇച്ചിരി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകളിലും ഒക്കെ ഇപ്പൊ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. LMAs are most commonly used for airway management in fasted patients who do not suffer from significant gastroesophageal reflux. അത് വളരെയധികം ശ്രദ്ധിച്ചോണം. നമ്മൾ LMA ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇത് പ്യുവർലി ഒരു എലക്റ്റീവ് സർജറി, അതായത് ആ രോഗി പൂർണ്ണമായിട്ടും ഫാസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിരിക്കണം. 6 മണിക്കൂർ ലൈറ്റ് മീലിന്, 8 മണിക്കൂർ ഹെവി മീല്, 2 മണിക്കൂർ ക്ലിയർ ഫ്ലൂയിഡ്സ്. ഇപ്പൊ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ NPO ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന പേഷ്യൻസിന് മാത്രമേ നമ്മൾ LMA ഇടാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷെ എന്ത് പറ്റും? കാരണം LMA ഇട്ട് കഴിഞ്ഞാലും ചിലപ്പം നമ്മുടെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിൽ കിടക്കുന്ന ഫുഡ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എയർവേനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് ആസ്പിറേറ്റ് ചെയ്ത് നമ്മുടെ ലങ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കെയർഫുൾ ആവണം. പിന്നെ ഈ പുളിച്ചു തേട്ടി വരുന്ന പേഷ്യൻസ്, ഒരുപാട് ഗ്യാസ്ട്രോഇസോഫാജിയൽ റിഫ്ലക്സ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തികട്ടുന്ന അസുഖമുള്ള ആൾക്കാർക്കും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം. അത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. They may also be used as an emergency airway where the intubation is not available, skilled intubation is not available. അതാണ് മറ്റൊരു യൂസ്. ഇപ്പം എമർജൻസി കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് ഒരു ഡോക്ടർക്ക് ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ആരാണോ ആ മെഡിക്കൽ ഫെസിലിറ്റേറ്ററിന് ഇൻറ്റുബേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ രോഗിയെ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ശ്വാസോച്ഛ്വാസം നടത്താൻ നമുക്ക് ഏറ്റവും സുഗമമായിട്ട് നടത്താൻ പറ്റിയ ഒരു ഉപകരണമാണ് ലാരിഞ്ചിയൽ മാസ്ക് എയർവേ. പെട്ടെന്ന് കയറ്റിയിടാം. നമുക്ക് ഈ ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റിയ സ്കിൽഡായിട്ടുള്ള ഒരാൾ വരുന്നിടം വരെ ആ രോഗിക്ക് വേണ്ട ഓക്സിജൻ ലഭ്യമാക്കാൻ സാധിക്കും. ഇനിയും എല്ലാ സാധനങ്ങൾക്കും പറഞ്ഞ പോലെ ലാരിഞ്ചിയൽ മാസ്ക് എയർവേക്കും പല സൈസുകളുണ്ട്. ആ സൈസുകൾ എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുക? ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ച പോലെ മെഷർമെന്റ് എടുക്കുക, അങ്ങനെയല്ല ലാരിഞ്ചിയൽ മാസ്ക് എയർവേക്ക് ചെയ്യുക. നമ്മൾ അത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം സൈസ് 1 തൊട്ട് 6 വരെ ഉണ്ട്. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഹോസ്പിറ്റലിൽ 5 വരെയുള്ളതാണ്, 6 അവൈലബിൾ ആണ് ഇപ്പം. അപ്പം സൈസ് 1 എന്ന് പറയുമ്പോൾ ഏകദേശം 5 കിലോ വരെയുള്ള തൂക്കമുള്ള ഒരു രോഗിക്കാണ്. 1.5 എന്ന് പറയുമ്പോൾ ഏകദേശം 5 തൊട്ട് 10 കിലോ വരെ തൂക്കമുള്ളവർക്കാണെങ്കിൽ 2 10 തൊട്ട് 20, അങ്ങനെ 2.5 20 to 30, 3 30 to 50, 4 50 to 70, 5 മോർ ദാൻ 70, 100 വരെ ഉള്ളവർക്ക്. അപ്പൊ അതിന്റെ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട വോളിയംസും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതും അനുസരിച്ചിട്ട് വേണം നമ്മൾ കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി എങ്ങനെയാണ് LMA ഇൻസേർട്ട് ചെയ്യുക? LMA നമ്മൾ വെറുതെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് എത്തണം എന്നില്ല. ഇത് മടങ്ങിയിട്ട്
ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഇടുന്നതിന് യൂസ് ഇല്ലാതാവും. അപ്പോൾ ഇതിനൊരു ഒരു പ്രത്യേക ടെക്നിക്കിൽ വേണം ഈ ക്ലാസിക് LMA, അതായത് നമ്മളുടെ ക്ലാസിക് LMA, ആദ്യത്തെ LMA നമ്മൾ ഇടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെയാണ് ഇടുന്നത്? അത് ആർഷി ബ്രെയിൻ തന്നെ ഡിവൈസ് ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. അപ്പം പ്രിപ്പയർ ദ LMA ബൈ ഫുള്ളി ഡീഫ്ലേറ്റിംഗ്. ആദ്യം നമ്മൾ കഫ് ഡീഫ്ലേറ്റ് ചെയ്യുക ഫുള്ളി, എന്നിട്ട് ഒരു ജെല്ല് ഇതിൻ്റെ പുറവശത്ത് തേക്കുക, ഈ LMAയുടെ പുറം ഭാഗത്തായിട്ട്. ഈ ഭാഗമല്ല, ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് ജെല്ല് തേക്കുക. എന്നിട്ട് നമ്മൾ ഹോൾഡ് LMA ലൈക്ക് എ പെൻ, ഒരു പെന്ന് പിടിക്കുന്ന മാതിരി. അപ്പം നമ്മുടെ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ ഇതിൻ്റെ ആൻറ്റിയറായിട്ട്, ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വേണം വായുടെ അവിടോട്ട് കൊണ്ടുവരാൻ. ആൻറ്റിയർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇടുന്നതിൻ്റെ ഈ ഭാഗമാണ് ആൻറ്റിയർ. അപ്പം ഈ ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മൾ വായിലുള്ളിലോട്ട് കയറ്റാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ മാസ്കിനെ താഴോട്ട് തള്ളും. ഈ LMAനെ, മാസ്ക് എന്ന് പറഞ്ഞാൽ ലറിഞ്ചൽ മാസ്ക് എയർവേനെ നമ്മൾ താഴോട്ട് തള്ളും. ഡൗൺവേർഡ്സ് ഇൻഡെക്സ് ഫിംഗർ കാണാം, നിങ്ങൾക്ക് ഇവിടെ പടത്തിനകത്ത് കാണാൻ പറ്റും. താഴോട്ട് തള്ളി അത് അഗൈൻസ്റ്റ് ദ പോസ്റ്റീരിയർ ഫെറിഞ്ചൽ ബോൺ ടു അവോയ്ഡ് കൊളീഷൻ വിത്ത് എപ്പിഗ്ലോട്ടിസ്. ഇൻസേർട്ട് ഇൻഡെക്സ് ഫിംഗർ ഫുള്ളി ടു ദ മൗത്ത് ടു കംപ്ലീറ്റ് ഇൻസേർഷൻ, സ്റ്റോപ്പിംഗ് വെൻ റെസിസ്റ്റൻസ്. അപ്പം ഫുള്ളായിട്ട് നമ്മൾ അകത്തോട്ട് കടത്തി എവിടെയാണോ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് അവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക, ബ്രീത്തിങ് പ്രോപ്പർ ആണോ, കറക്റ്റായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, എൻടൈഡൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടോ, പ്രോപ്പറായിട്ട് വെന്റിലേഷനും പെർഫ്യൂഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് നമ്മൾ റീപൊസിഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇടുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അതിൻ്റെ ആൻറ്റിയർ ഭാഗത്ത് വെച്ച് ഈ ചൂണ്ടുവിരൽ വെച്ചിട്ടാണ് ഗൈഡ് ചെയ്ത് ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി ചൂണ്ടുവിരൽ വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്, ചൂണ്ടുവിരൽ വെച്ച് കയറ്റുന്നത്. പക്ഷെ ഇനി അത് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 30 ഡിഗ്രി കേർവ്ഡ് ടങ് ഡിപ്രസർ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് LMA നമുക്ക് ഉള്ളിലേക്ക് ഇടാൻ പറ്റും. അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന രണ്ടാമത്. താഴെ കാണുന്ന B എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ടങ് ഡിപ്രസർ ഉണ്ട്, ഒരു LMA ഉള്ളിലേക്ക് കടത്തുകയാണ്. The LMA is held similar to a pen with the other hand and pushed സ്ലോലി അലോങ് ദ ഹാർഡ് പാലറ്റ് ടു ദ ഹൈപ്പോഫാരിങ്സ്. അപ്പം നമ്മൾ ഇടത്തെ കൈ വെച്ച്, നമ്മൾ ഏത് കൈയാണോ നമ്മൾ ഡോമിനന്റ് ഹാൻഡ്, നമ്മൾ എഴുതുന്ന ഏത് കൈയാണോ അതിലാണ് LMA പിടിക്കുക. മറ്റേ കയ്യിൽ വേണം ടങ് ഡിപ്രസർ പിടിക്കുക. ടങ് ഡിപ്രസർ വെച്ചിട്ട് നമ്മൾ നാക്ക് മുമ്പോട്ട് തള്ളി നമ്മൾ ഇത് LMA നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് വെച്ച് ഉള്ളിലേക്ക് കടത്തി നമ്മൾ തള്ളി എവിടെയാണ് റെസിസ്റ്റൻസ് വരിക അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുക, സർക്യൂട്ട് കണക്ട് ചെയ്ത് നമ്മൾ നോക്കുക വെന്റിലേഷൻ പെർഫെക്റ്റ്. എപ്പോഴും എന്തും ഇട്ട് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് നോക്കുക സർക്കുലേഷൻ വെന്റിലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ. അതെങ്ങനെയാ അറിയുക? ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആയിരിക്കണം, ഈ എൻടൈഡൽ കാർബൺ ഡൈ ഓക്സൈഡ് മോണിറ്ററിൽ വരണം, പിന്നെ ചെസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ടാവണം. ശരി, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഈ LMA ഇത്രയും പോപ്പുലാരിറ്റിയിൽ വരാനുള്ള കാരണം, അത് കാരണം ഇടുന്ന സമയത്ത് നമ്മളൊരു എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യുന്ന പോലുള്ള സിമ്പത്തറ്റിക് റെസ്പോൺസ്, അതായത് ഹീമോഡൈനാമിക് റെസ്പോൺസുകൾ ഉണ്ടാവുന്നില്ല. BP ഭയങ്കരമായിട്ട് കൂടുക, ഹാർട്ട് റേറ്റ് കൂടുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പിന്നെ ഒരാൾ ഈ LMA ട്യൂബിനെക്കാട്ടിലും കൂടുതൽ ടോളറേറ്റ് ചെയ്യും. അപ്പം ഒരു സർജറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനെ പതുക്കെ അത് പേഷ്യന്റ് തന്നെ ഉണർന്ന് കണ്ണൊക്കെ തുറന്നിട്ട് വരെ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. ഇച്ചിരി കൂടെ ടോളറൻസ് LMAയിൽ കൂടുതലാണ്. പിന്നെ ചില സമയത്ത് ചില സർജറീസിനൊന്നും നമുക്ക് ഈവൻ നമ്മളൊരു മസിൽ റിലാക്സിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് LMA ഉപയോഗിച്ച് ഒരാൾക്ക് അനസ്തീഷ്യ കൊടുക്കാൻ കഴിയും. പിന്നെ ഇൻസേർഷൻ ഇടുന്നത് ഇച്ചിരി കൂടെ സ്കില്ല് കുറവായിട്ടുള്ള ഒരു പ്രക്രിയ ആയതുകൊണ്ട് അത്രയും ഇൻറ്റുബേഷൻ്റെ അത്രയും ഒരു ടഫോ റിസ്കി ആയിട്ടുള്ള ഒരു അഫെയർ അല്ല. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഇത് എല്ലാവർക്കും ഒരേപോലെ ഈ സീൽ കിട്ടണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ചെയ്ത അല്ലെങ്കിൽ വെന്റിലേഷൻ നടക്കാതെയാകും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗ്യാസ്ട്രിക് കണ്ടൻസ്, വയറിനുള്ളിലുള്ള കണ്ടൻസ് തികട്ടി വന്ന് ആസ്പിറേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലറിംഗോസ്പാസം, വോക്കൽ കോഡിൻ്റെ അവിടെ ലറിംഗോസ്പാസം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ LMA വന്നു, ക്ലാസിക് LMA. പക്ഷെ അതിന് പിന്നെ കുറേ വേരിയൻസ് വന്നു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ക്ലാസിക് LMA സിലിക്കൺ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് ഒറിജിനൽ ഡിസൈൻ, ലെസ് ഫരിഞ്ചോ ലറിഞ്ചൽ ട്രോമ വളരെ കുറവായിരുന്നു. റെസ്പിറേറ്ററി ട്രോമ വേഴ്സസ് ETT റെസ്ക്യൂ ഡിവൈസ്. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് LMA യുണീക്ക.
അപ്പം LMA യുണീക്ക് എന്താണ്, അതും ഫസ്റ്റ് ജനറേഷൻ തന്നെയാണ്. അത് PVC വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിസ്പോസിബിൾ ഫോം ഓഫ് ക്ലാസിക് LMA. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക് LMA നമുക്ക് 40 തവണ വരെ ഓട്ടോക്ലേവ് യൂസ് ചെയ്യാമെങ്കിൽ ഇത് ഡിസ്പോസിബിൾ ആയിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ അടുത്തത് ഫാസ്ട്രാക്ക് LMA. ഫാസ്ട്രാക്ക് LMAയുടെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം ഇവിടെ. അത് ഒരു L ഷേപ്പിലാണ് ഇരിക്കുന്നത്. പ്ലസ് അതിനൊരു ഹാൻഡിൽ ഇവിടെ കാണാം. ഞാൻ ഈ കേഴ്സർ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു കേഴ്സർ, അപ്പൊ ഇത് ഹാൻഡിലാണ്. ഈ ഹാൻഡിലിന്റെ ഉപയോഗത്തിൽ നമുക്ക് ഇത് ഉള്ളിലേക്ക് കടത്തിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഈ സാധനം ഇത് ട്യൂബാണ്, എൻഡോട്രക്കൽ ട്യൂബാണ്. അപ്പൊ ഈ LMA കൂടെ തന്നെ നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഒരു ലരിങ്കോസ്കോപ്പോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ലാരിങ്സിന്റെ അവിടം വരെ നമുക്ക് ഫാസ്ട്രാക്ക് LMA കടത്തി അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ സിലിക്കന്റെ ഈ ട്യൂബ് ഉണ്ട്, ആ ട്യൂബ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ട്രക്കിക്കകത്തോട്ട് തന്നെ ഈ ട്യൂബ് കടത്താൻ പറ്റും. അപ്പം അതാണ് അതിന്റെ ഗുണം. ബൾക്കി, നോ പീഡിയാട്രിക് സൈസസ്, അതൊക്കെയാണ്. ബൾക്കിയാണ്, ഭയങ്കര വലുതാണ്, പിന്നെ പീഡിയാട്രിക് സൈസസ് അവൈലബിൾ അല്ല, പിന്നെ ഭയങ്കര കോസ്റ്റ് ആണ്. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഫ്ലെക്സിബിൾ LMA ഉണ്ട്, വളരെ ഏത് രീതിയിലും വളയാൻ പറ്റുന്ന, എന്നാൽ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഫ്ലെക്സോമെറ്റാലിക് ട്യൂബ് എന്നൊക്കെ പറയുന്ന മാതിരി ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള LMA അവൈലബിൾ ആണ്. അതും PVCയും സിലിക്കണും വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വയർ റീഇൻഫോഴ്സ് ആണ്. പിന്നെ ഇത് കൂടുതലും നമുക്കറിയാം, നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ഓറോമാക്സിലോഫേഷ്യൽ പ്രൊസീജിയേഴ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നുള്ളത് LMA പ്രോസീൽ സെക്കൻഡ് ജനറേഷൻ LMAs ആണ്. അപ്പം ഫസ്റ്റ് ജനറേഷൻ മാറി ഇപ്പൊ സെക്കൻഡ് ജനറേഷൻ, കാരണം എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു ആക്സസും കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളതിനെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ, അതായത് ആദ്യത്തെ കൺവെൻഷണൽ LMAസിന്റെ ഷേപ്പിൽ നിന്ന് മാറി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആഡഡ് ഇത് വരുന്നതിനെയാണ് സെക്കൻഡ് ജനറേഷൻ LMA. അപ്പൊ പ്രോസീൽ LMA എന്ന് പറയുമ്പോൾ അതിന് 2 ലിംബ് ഉണ്ടാവും. ഒന്നിൽ കൂടെ നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്ത് ഓക്സിജൻ കൊടുക്കുകയും മറ്റേ ലിംബിൽ കൂടെ നമുക്ക് ഗ്യാസ്ട്രിക് സെക്ഷനും പിന്നെ റൈൽസ് ട്യൂബ് ഇടാനും സഹായിക്കും. അപ്പം പല അബ്ഡോമിനൽ സർജറീസിനൊക്കെ നമുക്ക് ചിലപ്പം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് LMA ആണ് പ്രോസീൽ LMA. പിന്നെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇത് പെട്ടെന്ന് മടങ്ങാനുള്ള സാധ്യത, അപ്പൊ അകത്ത് ചെന്നിട്ട് ഇത് മടങ്ങി എവിടെയും ഒബ്സ്ട്രക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ LMA സുപ്രീം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അതൊരു പ്രത്യേക ഷേപ്പിലാണ് ഇരിക്കുന്നത്. പോളിവിനൈൽ PVCയുടെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിസ്പോസിബിൾ വേർഷനാണ്. ഇനി അടുത്തത് വരുന്ന ഐജൽ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലറിഞ്ചൽ മാസ്ക് ഏവയാണ് ഐജൽ. ഐജലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാനുള്ള ഈസിനെസ്. ആർക്ക് ഇച്ചിരി കൂടെ സ്കില്ല് കുറവാണ് വേണ്ടത്. നമ്മൾ ഈവൻ LMA ഇടുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഐജൽ. ഇനി ഐജൽ എന്താണ്? ഐജലിൽ LMA പോലെ തന്നെ ഷേപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിനൊരു ഇൻഫ്ലേറ്റബിൾ കഫില്ല. നമ്മൾ എയർ ഇഞ്ചക്ട് ചെയ്യേണ്ട രീതിയിലുള്ള കഫ് ഇതിൻ്റെ അറ്റത്തില്ല. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് ആൻ അനാറ്റമിക്കലി ഷേപ്ഡ് ഇലാസ്റ്റോമർ ജെൽ. ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ അറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്ത് പറ്റും? അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ലേശം മാറി നമ്മുടെ ഓറൽ എയർവേക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവിടെ ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. അതാണ് ഇതിന്റെ ഈ ഇലാസ്റ്റോമർ ജെല്ലിന്റെ പ്രത്യേകത. ഇതിന്റെ ഏറ്റവും അറ്റത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സാധനത്തിന്റെ പ്രത്യേകത. അത് ഏകദേശം ഒരു 25 സെന്റിമീറ്റർ വാട്ടർ പ്രഷറിൽ അത് സീലാകും. അപ്പം നമുക്ക് ഈവൻ ഒരു ജനറൽ അനസ്തേഷ്യക്കൊക്കെ ഇച്ചിരി സുഖമായിട്ട് ഈവൻ കൺട്രോൾ വെന്റിലേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എ തിൻ കോട്ടിംഗ് ഓഫ് ലൂബ്രിക്കൻ ഷുഡ് ബി അപ്ലൈഡ്. ഒരു ചെറിയ ജെല്ല് പുറത്ത് നമ്മൾ തേക്കേണ്ടി വരും ഇത് ഇടുന്ന സമയത്ത്. എന്നാൽ ഇത് സ്മൂത്ത് ആയിട്ട് എങ്ങും മുറിവൊന്നും ഉണ്ടാക്കാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇടാൻ കഴിയും. ഇത് ഇടുന്ന രീതി കണ്ടിട്ട് ഒരു പേന പിടിക്കുന്ന പോലെ നമുക്ക് പിടിച്ച് വായ്ക്കുള്ളിലേക്ക് ജസ്റ്റ് തെള്ളി അകത്തോട്ട് കയറ്റാം. ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഇതിനൊരു ഗ്യാസ്ട്രിക് ഡ്രെയിൻ ട്യൂബ് സൈഡിലുണ്ടാവും. പിന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ബൈറ്റ് ബ്ലോക്ക്, കാരണം ആൾക്കാർ വായുടെ ഉള്ളിൽ കടിച്ചിരിക്കാതിരിക്കാനും നമുക്കിത് സഹായിക്കും. സിമ്പിൾ ഇൻസേർഷൻ വിത്തൗട്ട് ഇൻസേർട്ടിങ് ഹാൻഡ് ഇൻ ടു ദ പേഷ്യൻസ് മൗത്ത്. അതായത് വായ്ക്കുള്ളിലോട്ട് കൈ കടത്താതെ നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ നോ കഫ് ടു ഇൻഫ്ലേറ്റ്, കഫ് ഒന്നും ഇൻഫ്ലേറ്റ് ചെയ്യാനില്ല, അപ്പോൾ കഫ് കീറിയിട്ട് ലീക്ക് വരുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ഇൻ എഡൻഡുലസ് പേഷ്യൻറ്റ്, ഈവൻ പല്ലില്ലാത്ത പേഷ്യൻസിൽ പോലും നമുക്ക് LMA ആണെങ്കിൽ പല്ലില്ലാത്ത പേഷ്യൻസിൽ ഒരിക്കലും ആ സീല് കിട്ടില്ല. പക്ഷെ ഐജലിന് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, നമുക്ക് പല്ലില്ലെങ്കിൽ പോലും അത്യാവശ്യം സീൽ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ബൾക്കിയാണ്, പിന്നെ ഓറൽ സർജറി പോസിബിൾ അല്ല ഇത് വെച്ചിട്ട്, പിന്നെ ലോവർ ഫരിഞ്ചൽ ആൻഡ് ഈസോഫാജിയൽ സീൽ പ്രഷേഴ്സ് കമ്പയർഡ് വിത്ത് LMA പ്രോസീൽ. ഈ അതായത് അന്നനാളത്തിൻ്റെ അവിടെയും ഫാരിങ്സിൻ്റെ അവിടെയും ഇത് ഉണ്ടാക്കുന്ന സീൽ പ്രഷർ പ്രോസീൽ LMAയുടെ അത്രയും നല്ലതല്ല എന്നാണ് ലിറ്ററേച്ചർ പറയുന്നത്. ഇനി മറ്റുള്ള സുപ്രാഗ്ലോട്ടിക് എയർവേ ഡിവൈസസ് എന്ന് പറയുന്നത് അതിനകത്ത് ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു കംപ്ലീഷൻ സേക്കിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒന്ന് കോംബി ട്യൂബ്, പിന്നുള്ളത് ഒന്ന് കോബ്ര പെരിഫെറിഞ്ചൽ എയർവേ, PLMA എന്ന് പറയും. അപ്പം കോംബി ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ലൂമൻ ട്യൂബ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് പേറ്റന്റ് എയർവേ ഇൻ ഡിഫിക്കൽട്ട് ഇൻഡിവിഷൻ. പിന്നെ ഡ്യൂ ടു ഹൈ റേറ്റ് ഓഫ് കോംപ്ലിക്കേഷൻ ഇറ്റ്സ് നോട്ട് യൂസ്ഡ് എനിമോർ. പിന്നെ കോബ്ര PLMA എന്ന് പറയുന്ന ഹൈ വോളിയം, ഇവിടെ കാണാം ഒരു മൂർഖൻ പാമ്പിൻ്റെ കൂട്ടിരിക്കുക, അതാണ് കോബ്ര PLMA. പിന്നെ ഇറ്റ് സീൽസ് ദ ഹൈപ്പോഫയറിങ്സ് വൈൽ പേഷ്യൻ്റ് ക്യാൻ ബി വെന്റിലേറ്റഡ്. ഇനി അടുത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്, ഇതിൻ്റെ പേരാണ് ബൂജി. ബൂജി എന്തിനാണ് നമ്മളെ സഹായിക്കുക? നമുക്ക് ഒരു ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ബൂജി കടത്തിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് എൻഡോട്രക്കൽ ട്യൂബ് റെയിൽ റോഡ് ചെയ്യാം, അല്ലേ? റെയിൽ റോഡ് എന്ന് പറയും. അതായത് നമ്മൾ ഇട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു സെൽഡിംഗർ ടെക്നിക്ക് പോലെയാണ് ഏകദേശം. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ എൻഡോട്രക്കൽ ട്യൂബ് കടത്തി വേറെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ഈ ബൂജിയുടെ ടിപ്പ് പിടിച്ച് നമുക്ക് ബൂജി അവിടെ ട്രക്കി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എൻഡോട്രക്കൽ ട്യൂബ് അകത്ത് കടത്തി ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ബൂജി വലിച്ചു വിടാൻ പറ്റും, അല്ലേ? അപ്പോൾ ബൂജിക്ക് വേറൊരു പേരും കൂടെയാണ്, അതിൻ്റെ പേര് എഷ്മാൻ ട്രക്കൽ ട്യൂബ് ഇൻട്രൊഡ്യൂസർ എന്ന് പറയും. ഇതിൻ്റെ പേര് ഗം ഇലാസ്റ്റിക് ബൂജി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ഒരു നാമകരണമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് റെസിൻസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇലാസ്റ്റിക്, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഡയലറ്റേഷൻ. So original Portex bougie was 60 cm long with a 5 mm tip and a cout tip. ഈ കൗട്ട് ടിപ്പ് ഇങ്ങനെ ഒരു അറ്റം കണ്ടോ, അറ്റം ഇങ്ങനെ വളഞ്ഞിട്ടാണ്, ലേശം വളഞ്ഞിട്ടായിരിക്കുന്നത്, അതിനെയാണ് കൗട്ട് ടിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ യൂസ്? ട്രക്കിൻ ഇൻറ്റുബേഷൻ വയ ഡയറക്റ്റ് വീഡിയോ ലെൻഗോസ്കോപ്പി, എസ്പെഷ്യലി ഇൻ ഡയറക്റ്റ് എയർവേ ഡിഫിക്കൽട്ട് എയർവേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സുപ്രാഗ്ലോട്ടിക് എയർവേ ഡിവൈസ് വഴി ട്രക്കിൻ ഇൻറ്റുബേഷൻ ഉപയോഗിക്കാൻ പറ്റും. സർജിക്കൽ എയർവേ, ക്രൈക്കോതൈറോയിഡോമി, എമർജൻസി ക്രൈക്കോതൈറോയിഡോമിക്കൊക്കെ നമുക്ക് ആദ്യം ബൂജി കടത്തിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ട്യൂബ് അല്ലെങ്കിൽ എൻഡോട്രക്കൽ ട്യൂബോ കടത്താൻ പറ്റും. പിന്നെ സെലക്റ്റീവ് എൻഡോബ്രോങ്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് ഒരു സൈഡിലേക്ക് കയറ്റി അവിടോട്ട് നമുക്ക് ഈ നമ്മുടെ എൻഡോട്രക്കൽ ട്യൂബ് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബ്ലൈൻഡ് ഡിജിറ്റൽ ഇൻറ്റുബേഷൻ, കൺഫർമേഷൻ ഓഫ് എൻഡോട്രക്കൽ ട്യൂബ് പൊസിഷൻ, അതായത് എൻഡോട്രക്കൽ ട്യൂബ് കറക്റ്റ് പൊസിഷനിലാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ എൻഡോട്രക്കൽ ട്യൂബ് എക്സ്ചേഞ്ച്, അതായത് ഇപ്പോൾ ICUലൊക്കെ വെച്ചിട്ട് ഒരു ട്യൂബ് മാറ്റി വേറൊരു ട്യൂബിൽ ഇടണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ബൂജി കടത്തി അതിൻ്റെ മേൽ കൂടെ പഴയ ട്യൂബ് ഊരി മാറ്റിയിട്ട് അതിൽ കൂടെ തന്നെ പുതിയ ട്യൂബ് കടത്തി നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ ദിവസമായിട്ട് ICU കിടക്കുന്ന ആൾക്കാരുടെ ലാരിങ്സ് ഒക്കെ നീര് വെച്ചിട്ടുണ്ടാവും, എഡീമിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ട്യൂബ് ആ കിടക്കുന്ന ട്യൂബ് ഊരി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇൻറ്റുബേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ സേഫ് ആവാൻ നമുക്ക് ഈ ബൂജി കടത്തി അവിടെ എയർവേ സെക്യൂർ ആക്കി വെച്ചിട്ട് നമുക്ക് ട്യൂബ് ഊരി മറ്റൊരു ട്യൂബ് ഇടാൻ പറ്റും. പിന്നെ ഈവൻ ഇന്റർകോസ്റ്റൽ കത്തീഡ്രൽ ഇൻസേർഷനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. സം ടൈപ്സ് ഹാവ് എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് മാർക്കിങ്സ്, സം ടൈപ്സ് ഹാവ് സെൻട്രൽ ലൂമൻ ഫോർ വെന്റിലേഷൻ. ചിലതുണ്ട് വെന്റിലേഷൻ ബൂജി എന്ന് പറയും. അപ്പം നമ്മൾ ബൂജി കടത്തി ബൂജിയുടെ അറ്റത്ത് നമുക്ക് സർക്യൂട്ട് കടത്തിയിട്ട് ഓക്സിജൻ വേണമെങ്കിൽ കൊടുക്കാം ഇൻറ്റുബേറ്റ് ചെയ്യുന്ന സമയം വരെ. സൈസ് 10 to 15 French ആണുള്ളത്. ഇനിയും എങ്ങനെ ഇടുന്നത്? ബൂജി ഈസ് ടിപ്പിക്കലി ഹെൽപ്പ് ബൈ ദ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പിടിച്ച് ഇത് അകത്തോട്ട് കയറ്റും. ഇതിൻ്റെ വെളിയിലിരിക്കുന്ന അറ്റം, അതായത് ഇതിൻ്റെ വളഞ്ഞ അറ്റമാണ് ഉള്ളിലേക്ക് കടത്തുക. ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മറ്റേ അറ്റം വെളിയിലോട്ടാണ് ഇരിക്കുക, അതായത് മേളിൽ വരും. അതൊരു അസിസ്റ്റൻ്റ് പിടിക്കുക. എന്നിട്ട് നമ്മൾ എൻഡോട്രക്കൽ ട്യൂബ് ഇതിൻ്റെ പുറത്തൂടെ കയറ്റി അകത്തോട്ട് എത്തിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റൻ്റ് പതുക്കെ ഇത് പിടിച്ച് വെളിയിലോട്ട് കൊണ്ടുപോകും. ഇനിയും അങ്ങനെയാണ് നമ്മൾ ബൂജി ഉപയോഗിച്ച് എൻഡോട്രക്കൽ ട്യൂബ് ഇടുക. അപ്പോൾ ട്രക്കൽ ട്യൂബ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ടു ദ കോർട്സ് ഓവർ ദ ബൂജി യൂസിങ് എ 90-degree anti-clockwise rotation to prevent its bevel point from getting caught in the arytenoids. പിന്നെ അടുത്ത വരുന്നതാണ് സ്റ്റില്ലറ്റ് എന്ന് പറയുന്നത്.
Endotracheal tube stillet is a device that allows the endotracheal tube to be stiffened and shaped more as desired. ചില സമയത്ത് നമ്മൾ ലാരിംഗോസ്കോപ്പ് ഇട്ട് നോക്കുമ്പം എൻഡോട്രിക്കൽ ഇൻറ്റുബേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം നമ്മുടെ ട്യൂബ് സാധാരണ ഷേപ്പ്, എൻഡോട്രിക്കൽ ട്യൂബിൻ്റെ സാധാരണ ഷേപ്പ് നമ്മൾ ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കയറാൻ പാടാം. അപ്പം നമ്മുടെ സ്റ്റില്ലറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റൽ സാധനമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ മാലിയബിൾ ആണ്, നമുക്ക് വളയ്ക്കാൻ പറ്റും. അപ്പോൾ അതെന്ത് പറ്റും, അത് നമുക്ക് ട്യൂബിനകത്തോട്ട് കടത്തിയിട്ട് നമുക്കൊരു പ്രത്യേക ഷേപ്പിൽ നമുക്ക് വളയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്നത് നമുക്ക് ഇച്ചിരി സുഗമമായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ alters the shape of an endotracheal tube to facilitate intubation, stiffens the ETT to aid passage into trachea. So curved proximal tip that hooks over the end of the universal connector to prevent a distal stylet tip from extending beyond the tip of the ETT. അതായത് ഇങ്ങനെ ഇവിടെ വളഞ്ഞിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റില്ലറ്റ് എൻഡോട്രിക്കൽ ട്യൂബ് കഴിഞ്ഞും പുറത്തോട്ട് ഇങ്ങനെ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കും, എവിടെയും തട്ടി അത് മുറിവുണ്ടാക്കാം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മറ്റേ അറ്റം, വെളിയിലോട്ടിരിക്കുന്ന അറ്റം വളച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എൻഡോട്രിക്കൽ ട്യൂബ് കടന്ന് ഇത് പോകത്തില്ല. പിന്നെ പോളിഇഥിലീൻ കോട്ടൺ മാലിബിൾ അലൂമിനിയം. മാലിബിൾ എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പിനും വളയ്ക്കാൻ പറ്റുന്നതിനാണ് മാലിബിൾ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറയുന്ന എല്ലാ ഡിവൈസസും പറയുന്നത് പല ഷേപ്പിലും പല സൈസിൽ ഉള്ള സ്റ്റില്ലറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതെങ്ങനെ ഇടുന്നത്, ലൂബ്രിക്കേറ്റ് സ്റ്റില്ലറ്റ് ഒരു ജെല്ല് വെച്ചിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക, ഇൻസെർട്ട് സ്റ്റില്ലറ്റ് ഇൻ ദ എൻഡോട്രിക്കൽ ട്യൂബ്. എന്നിട്ട് പ്രത്യേക ഷേപ്പിൽ നമ്മൾ ബെൻഡ് ചെയ്യണം. ഐഡിയൽ ഷേപ്പ് എന്ന് പറയുന്നത് ഹോക്കി സ്റ്റിക്കാണ്. ഹോക്കി സ്റ്റിക്ക് ഇരിക്കുന്നത് നേരെ വന്നിട്ട് ഏറ്റവും അവസാനത്തെ ഭാഗം ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കണം, ഒരു 35 ഡിഗ്രീസ്. അങ്ങനത്തെ ഷേപ്പിനാണ് ഹോക്കി സ്റ്റിക്ക്. അങ്ങനെ ചെയ്തിട്ട് ഇടാനായിരിക്കും ഇച്ചിരി നമുക്ക് എളുപ്പമായിട്ട് നടക്കുക. Endotracheal tube is inserted from the right side of the patient's mouth to maximize the view and provide optimal control of the position. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇത് എവിടെയും തട്ടിയിട്ട് മുറിവുണ്ടാക്കാം. പിന്നെ ഇൻഅഡ്വറന്റ് റിമൂവൽ ഓഫ് ദി ETT, അതായത് സ്റ്റില്ലറ്റ് വലിച്ച് ഊരിപ്പോൾ ചിലപ്പോൾ കൂടെ ഈ എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ടിരിക്കുന്ന ട്യൂബും കൂടി ഇങ്ങ് ഊരിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആവണം. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ലാരിംഗോസ്കോപ്പുകളെ പറ്റിയാണ്. ഡയറക്റ്റ് വിഷൻ ലാരിംഗോസ്കോപ്പും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാരിംഗോസ്കോപ്പ് അതാണ്. പിന്നെ റിജിഡ് ഇൻഡയറക്റ്റ് ലാരിംഗോസ്കോപ്പ്, ഫൈബ്രോട്ടിക് എൻഡോസ്കോപ്പ് ഫോർ ഇൻഡ്യൂഷൻ. ഞാൻ ഇത് ഇച്ചിരൂടെ അഡ്വാൻസ് സർവേ ഇതിൻ്റെയാണ്. പക്ഷെ ഞാൻ കൂടുതലും പറയാൻ പോകുന്നത് നമ്മുടെ സാധാരണ ലാരിംഗോസ്കോപ്പുകളെ പറ്റിയാണ്. അതിനകത്ത് അതെന്താ ചെയ്യുന്നത്, വോക്കൽ കോഡ് കാണാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ്. ഇനി ഈ കാണുന്ന എല്ലാവർക്കും സുപരിചിതമാണ്. അനസ്തീഷ്യ പഠിക്കുന്ന എല്ലാവർക്കും, ഒരു തിയേറ്ററിൽ കയറി എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എന്താണ്, ഇതിന് പല ഭാഗങ്ങളുണ്ട്. ഇതാണ് ഹാൻഡിൽ, ഇതിനകത്താണ് നമ്മൾ ബാറ്ററി ഇടുക. ഇതാണ് ഹുക്ക്, ബേസ്, ഹുക്ക്. പിന്നെ 2 ഭാഗങ്ങളുണ്ട്. ബ്ലേഡ്, ഇതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലേഡിന് 2 ഭാഗങ്ങളുണ്ടാവും, ഫ്ലാഞ്ചും സ്പാറ്റുലയും. അപ്പോൾ സ്പാറ്റുല എന്ന് പറയുന്ന ഭാഗമാണ് നാക്കിൻ്റെ അവിടോട്ട് വരുന്നത്. ഫ്ലാഞ്ചിൻ്റെ അവിടെ നമുക്ക് ഏതാണ്ട് ഒരു സൈഡിൽ ഒരു ചാനൽ പോലെ കാണാം, ഇവിടെ കാണാം ഒരു ഡിപ്രഷൻ. അതിൽ കൂടെയാണ് നമ്മുടെ ട്യൂബ് കയറി പോവുക. പിന്നെ ഇതാണ് ടിപ്പ്. അപ്പോൾ ഈ ടിപ്പ്, ഇത് ഓരോ ഭാഗത്തിന് ഓരോ പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ബേസ് ഓഫ് ദ ബ്ലേഡ് അറ്റാച്ച് ടു ദ ഹാൻഡിൽ ആൻഡ് മേക്സ് ആൻ ഇലക്ട്രിക്കൽ കണക്ഷൻ. അപ്പോൾ ഈ ബേസ് ഇവിടെ ഒരു ചെറിയ ടിപ്പുണ്ട്. ഈ ഹാൻഡിൻ്റെ ഏറ്റവും അറ്റത്തൊരു ടിപ്പുണ്ട്. അത് ഈ ബ്ലേഡിന് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് ഒന്ന് ആ ടിപ്പേൽ തട്ടി ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവത്തുള്ളൂ. ഈ ലൈറ്റ് കത്തണമെങ്കിൽ ഈ ബാറ്ററി വഴി കറണ്ട് ഈ ലൈറ്റ് കത്തിക്കാൻ സഹായിക്കണമെങ്കിൽ ഇവിടുത്തെ കണക്ഷൻ കറക്റ്റ് ആയിരിക്കണം ഈ ഭാഗത്തെ. ഓക്കെ. പിന്നെ ഹുക്ക് ഓഫ് ദ ബ്ലേഡ്, ഇതാണ് ഹുക്ക് ഓഫ് ദ ബ്ലേഡ്. പിന്നെ കേർവ്ഡ് ഓർ സ്ട്രെയിറ്റ് ബ്ലേഡ്, ഇത് ഈ ഭാഗം. പിന്നെ ഫ്ലാഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ ഫ്ലാഞ്ച്. പിന്നെ ടിപ്പ്, പിന്നെ ഹാൻഡിൽ ടിപ്പ് കണ്ടെയ്നിങ് ദ ഇലക്ട്രിക്കൽ, ഇത് ബാറ്ററി ഉള്ളത്. പിന്നെ ഹാൻഡിൽ കണ്ടെയ്നിങ് ബാറ്ററീസ്. ഓക്കെ. അപ്പം ലാരിംഗോസ്കോപ്സ് എന്തൊക്കെയാണ്, ലാരിംഗോസ്കോപ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ? സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാക്കാം, ഡിസ്ലോഞ്ച്മെന്റ് ഓർ ചിപ്പിംഗ് ഓഫ് ദ ടീത്ത്, ലാരിംഗോസ്പാസം, ഫെയിലിയർ ടു പെർഫോം പ്രൊസീജിയർ, ലൈറ്റ് സോഴ്സ് ഫെയിലിയർ. ഇത് എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ലാരിംഗോസ്കോപ്സ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, ലൈറ്റ് സോഴ്സ് ഫെയിലിയർ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഇടുന്നത് എപ്പോഴും സൂക്ഷിച്ച് വേണം, നാക്കോ മറ്റു ഭാഗങ്ങളും മുറിയാൻ പാടില്ല. പിന്നെ പല്ല്, രണ്ട് പല്ല്, മേളത്തെയും താഴത്തെയും പല്ല് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം, അത് പൊട്ടിപ്പോകാൻ പാടില്ല. പിന്നെ ലാരിംഗോസ്പാസം ഉണ്ടാകും. അപ്പോൾ പേഷ്യൻ്റ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് അനസ്തീഷ്യ മെയിൻറ്റെയിൻ ചെയ്യണം ലാരിംഗോസ്കോപ്പ് ഇടുമ്പോൾ. അപ്പം ഉണർന്ന് കിടക്കുന്ന ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ പകുതി ഉറക്കത്തിലുള്ള ഒരു പേഷ്യൻറ്റോ ലാരിംഗോസ്കോപ്പ് ഇടുകയാണെങ്കിൽ ലാരിംഗോസ്പാസം ഉണ്ടാക്കാം. മൊത്തമായി നമ്മുടെ വോക്കൽ കോഡ്സ് അടഞ്ഞു പോവുകയും പെട്ടെന്ന് സാച്ചുറേഷൻ കുറയാനും സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ലാരിംഗോസ്കോപ്പ് ഇടുക? ഓക്കെ, നമ്മൾ പേഷ്യൻറ്റിനെ
നെക്ക് ഫ്ലെക്സ് ചെയ്ത് ഇരുത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസേർട്ട് ദ ബ്ലേഡ് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ മൗത്ത്, എന്നിട്ട് ബാക്ക് ഓഫ് ദ ടങ് വരണം. സ്വീപ് ദ ടങ് ടു ദ ലെഫ്റ്റ്. അപ്പം വലത്തെ സൈഡിൽ കൂടി ഇട്ടിട്ട് ഇടത്തോട്ട് വേണം നമ്മൾ ഈ നാക്കിനെ മാറ്റി പിടിക്കാനായിട്ട്. അപ്പം നമുക്ക് ഉള്ളിലത്തെ ഭാഗങ്ങൾ ഇച്ചിരി കൂടെ വിഷ്വലൈസ് ചെയ്യും. വാലിക്കുല നമ്മുടെ എപ്പിഗ്ലോട്ടിസിന്റെ മേൽഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഇതിന്റെ ടിപ്പ് നിർത്തുക. എന്നിട്ട് നമ്മൾ പൊക്കുമ്പം പതുക്കെ നമുക്ക് എപ്പിഗ്ലോട്ടിസും കൂടെ പൊങ്ങി നമുക്ക് വോക്കൽ കോഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോഴും ഓർക്കേണ്ടത് പല്ലുകൾ ഒന്നും പൊട്ടാനുള്ള സാധ്യത ഉണ്ടാവരുത്. എന്നിട്ട് ഗ്ലോട്ടിസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ട്യൂബ് ഉള്ളിലേക്ക് കടത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നാക്ക് ഒരു സൈഡിലോട്ട് ഇടത്തോട്ട് മാറ്റി കഴിയുമ്പോൾ ഇവിടെ വോക്കൽ കോഡ് കാണാം. എന്നിട്ടാണ് ട്യൂബ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ വേണം തല നമ്മൾ പൊസിഷൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇതാണ് ലരിങ്കോസ്കോപ്പ്. അപ്പം നമ്മൾ കണ്ടോ, ഇവിടെ നോക്കി ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കി, കഫ് സീലാണോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ, അപ്പോൾ ആദ്യം പ്രിയോക്സിനേറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പം നമ്മൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യും പ്രോപ്പറായിട്ട്. പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാ തുറന്ന് പല്ലൊക്കെ സൂക്ഷിക്കുക. ഇവിടെ കാണുന്ന നാക്ക് ഇവിടെ ഇത് കണ്ടോ, വലത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇട്ടത്. വലത്തെ സൈഡിൽ കൂടെ ഇതാണ് ഈ ഫ്ലാഞ്ചിന്റെ ഭാഗം. ഇത് സ്പാറ്റിലാണ്. നാക്കിനെ അങ്ങോട്ട് മാറ്റി ഇടത്തോട്ട് തള്ളി മാറ്റി. കണ്ടില്ലേ, ഇടത്തോട്ട് തള്ളി മാറ്റിയപ്പോൾ ഉള്ളിൽ നമുക്ക് ഇവിടെ എപ്പിഗ്ലോട്ടിസ് കാണാം. ഇനിയും അത് നിങ്ങൾക്ക് കാണാം. ആ നാക്കാണ് പുഷ് ചെയ്യുന്ന അകത്തോട്ട്. നാക്ക് പുഷ് ചെയ്ത് മാക്സിമം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് ഈ സ്കോപ്പ് നമ്മൾ മേളിലോട്ട് തള്ളണം. അത് ആ തെള്ളുന്ന ഒരിക്കലും ഇങ്ങനെ വെച്ച് തിരിക്കുകയല്ല ചെയ്യേണ്ടത്. മേളിലോട്ട് ഇങ്ങനെ ആംഗിളിലോട്ട് തെള്ളുമ്പോൾ നമുക്ക് വോക്കൽ കോഡ് കാണാം. വോക്കൽ കോഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്യൂബ് ഇടാവൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ട്യൂബ് ഇടരുത്. ട്യൂബ് ഇട്ട് ട്യൂബിന് 2 കറുത്ത ലൈനുകളുണ്ട്. അതിൻ്റെ ഇടയിൽ വേണം ട്യൂബ് അവിടെ ഫിക്സ് ചെയ്യാനായിട്ട്. അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എയർവേ പേറ്റൻ്റ് ആണോ എന്ന് നോക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻസേർഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. 2 ലങ്സും എയർവേ എൻട്രി ഉണ്ടോ. കഫ് ആദ്യം വീർപ്പിക്കുക. 2 ലങ്സിലും എയർവേ എൻട്രി ഉണ്ടോ എന്ന് നോക്കുക. കണക്ട് ചെയ്ത് ഓസ്കിൽറ്റേറ്റ് ചെയ്ത് നമ്മൾ നോക്കും. ഓക്കെ. ഇനി പലതരം ലരിങ്കോസ്കോപ്പുകളുണ്ട്. നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഉപയോഗിക്കുന്നതാണ് മാക്കിൻടോഷ്. ഇപ്പം ഞാൻ കാണിച്ച ലരിങ്കോസ്കോപ്പ്. പിന്നുള്ളതാണ് കെസൽ, ലൈക്ക് ദ മാക്കിൻടോഷ്, ബട്ട് ദ ബ്ലേഡ് അറ്റാച്ചസ് അറ്റ് 110 ഡിഗ്രീസ്. അതായത് ഇച്ചിരൂടെ ഇത് 90 ഡിഗ്രീസിലാണെങ്കിൽ ഇച്ചിരൂടെ ഒപ്റ്റ്യൂസ് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ് കെസൽസ് ലരിങ്കോസ്കോപ്പ്. പിന്നെ മക്കോയ് എന്ന് പറയുന്ന ലരിങ്കോസ്കോപ്പ് ഉണ്ട്. പിന്നെ മക്ഗിൽസ് ഉണ്ട്. മില്ലർ ആൻഡ് വിസ്കോൺസിൻ ബ്ലേഡ്സ് ഉണ്ട്. ഓക്കെ. ഇനി മാക്കിൻടോഷ് ബ്ലേഡ്സ് നിങ്ങളിപ്പോൾ കണ്ടു. അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ അടുത്തത് മില്ലറാണ്. മില്ലർ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്ട്രെയിറ്റ് ബ്ലേഡാണ്. അപ്പോൾ കേർവ്ഡ് ബ്ലേഡാണ് ഇപ്പം നമ്മൾ കണ്ടതെങ്കിൽ മില്ലർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ബ്ലേഡാണ്. അത് നമ്മൾ ആർക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? നിയോനേറ്റ്സിനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിയോനേറ്റഡ് റെസിസ്റ്റേഷനിൽ നമുക്ക് സ്ട്രെയിറ്റ് ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. സ്മോൾ ഫ്ലാഞ്ച് ഡസ് നോട്ട് പെർമിറ്റ് എ ടങ് സ്വീപ്പ്. അത് നമുക്ക് നാക്കൊന്നും അങ്ങോട്ട് മാറ്റാനൊന്നും കഴിയില്ല. മാത്രമല്ല ഇത് വാരിക്കിലേക്ക് പകരം നമ്മൾ നേരെ ചിലപ്പം എപ്പിഗ്ലോട്ടിസിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എപ്പിഗ്ലോട്ടിസ് തന്നെ നമ്മൾ പൊക്കും ഇൻഫൻസിൻ്റെ. എന്നാലേ നമുക്ക് അതിനകത്ത് നിയോനേറ്റ്സിന് നമുക്ക് വോക്കൽ കോഡ് കാണാൻ പറ്റും. അപ്പം ഇൻ കോൺട്രാസ്റ്റ് ടു ദ സ്റ്റാൻഡേർഡ് കർവ് ബ്ലേഡ്, ദ ടിപ്പ് ഓഫ് ദ സ്ട്രെയിറ്റ് ബ്ലേഡ് ഇസ് പ്ലേസ്ഡ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ്, ലിഫ്റ്റിംഗ് ഇറ്റ് ഡയറക്ട്ലി. ഓക്കെ. പിന്നെ സ്ട്രെയിറ്റ് ബ്ലേഡ്സ് ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ നിയോനേറ്റ്സ് ആൻഡ് ഇൻഫൻസ് ബിക്കോസ് ഓഫ് ദ റിലേറ്റീവ്ലി ലാർജ് എപ്പിഗ്ലോട്ടിസ്. അവർക്ക് വലിയ എപ്പിഗ്ലോട്ടിസ് ആയിരിക്കും. ഇതാണ് സ്ട്രെയിറ്റ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ. സ്ട്രെയിറ്റ് ആയിരിക്കും. ഒരു ലേശം ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ ഇത് ഫ്ലാഞ്ച്, സ്പാറ്റില അപ്പുറത്ത്, ഇത് ചാനലാണ് നമ്മൾ ട്യൂബ് കടത്തുന്നത്. ഇത് ലൈറ്റ് സോഴ്സ്. ഇനി അടുത്തത് മക്കോയ്. മക്കോയ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട മാക്കിൻടോഷ് കേർവ്ഡ് ആയിട്ടുള്ള ലരിങ്കോസ്കോപ്പിന്റെ വേറെ ഒരു വേരിയേഷൻ. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ലീവർ, ഒരു ഹാൻഡിൽ ലീവറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റുന്ന, മൂവ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഈ ലീവർ വെച്ചിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പം നമുക്ക് ആ ടിപ്പ് മേളിലോട്ടും താഴോട്ടും അനങ്ങും. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കടത്തിയിട്ട് നമുക്ക് എപ്പിഗ്ലോട്ടിസ് പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വാൽക്കുലയുടെ അവിടെ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലീവർ വെച്ചാൽ നമ്മൾ പൊക്കിയാൽ ഇച്ചിരൂടെ അത് പൊങ്ങാൻ സാധ്യതയുണ്ട്. ഇതാണ് ലീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടിപ്പ്. കണ്ടില്ലേ, ടിപ്പ് മടക്കാൻ പറ്റും. ഇങ്ങനെ ടിപ്പ് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മടക്കാം. ലീവർ അകത്തോട്ട് ഇറക്കുമ്പോൾ മടക്കാൻ പറ്റും. ഇതാണ് മക്കോയ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പോളിയോ മെക്കിൻടോഷ്. പോളിയോ മെക്കിൻടോഷ് എന്ന് പറയുന്നത് ഒരു 135 ഡിഗ്രി ആംഗിളിലുള്ളതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ആംഗിൾ. അപ്പോൾ ഇതെന്താ ഗുണം പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പോളിയോ വന്നിട്ട് പാരലൈസ്ഡ് ആയിട്ട് ആകുമ്പോൾ വെന്റിലേറ്ററിൽ കയറ്റാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഈ പേര് വന്നത്. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ ഒക്കെ വന്ന് നമുക്ക് വായിക്ക് ഒരു ആംഗിൾ നമുക്ക് ലരിക്കോസ്കോപ്പ് കയറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഈ ഒരു ഷേപ്പിന് വ്യത്യാസമുള്ള സാധനം വെച്ച് ഒപ്റ്റീസ് ആയിട്ടുള്ള ലരിക്കോസ്കോപ്പ് വെച്ച് നമുക്ക് ഇൻറ്റുബേഷൻ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അടുത്തത് റിജിഡ് ഇൻഡയറക്റ്റ് ലരിക്കോസ്കോപ്പ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ട പോലെ ഡയറക്റ്റ് ലരിക്കോസ്കോപ്പി അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന അലൗസ് വിഷ്വലൈസേഷൻ ഓഫ് ദ ലാരിങ്സ് ബൈ മീൻസ് ഓഫ് അതർ ദാൻ ഡയറക്റ്റ് സൈറ്റ്. നമുക്ക് നേരെ കാണുന്നതല്ലാതെ മറ്റ് രീതികളിൽ, അതായത് ഒന്ന് മിറർ, പ്രിസം, ഫൈബർ ഓപ്റ്റിക്. ഇപ്പോൾ ഫൈബർ ഓപ്റ്റിക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിററും പ്രിസം ഒന്നും ഇപ്പം അങ്ങനെ അധികം യൂസ്ഡ് അല്ല. ഇറ്റ് മേ ബി യൂസ് ഫോർ ഇൻറ്റുബേഷൻ ബട്ട് ആർ എസ്പെഷ്യലി യൂസ് ഫോർ ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്നാൽ എലക്റ്റീവ് ആയിട്ടുള്ള, ഒരിക്കലും എമർജൻസി ഡിഫിക്കൽട്ട് നമുക്ക് ഇതൊന്നും കയറി യൂസ് ചെയ്യാൻ കഴിയില്ല. വീഡിയോ ലെൻസ്കോപ്പ് പിന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഒരിക്കലും ഫൈബർ ഓപ്റ്റിക് ഒന്നും എമർജൻസിക്ക് കഴിയില്ല. ഇനി RILs ആർ ഓൾസോ നൗ ഫൈൻഡിങ് എ യൂസ് ഇൻ എവേക്ക് ഇൻറ്റുബേഷൻ. നമുക്ക് ഒരാളെ എവേക്കായിട്ട് തന്നെ എയർവേ നമുക്ക് അനസ്തീഷ്യ, പലതരം രീതിയിലുള്ള അനസ്തീഷ്യ, മറ്റേ നെബുലൈസേഷനും ബ്ലോക്കുകളും ഒക്കെ കൊടുത്ത് ആളിനെ എവേക്കായിട്ടിരിക്കുമ്പോൾ തന്നെ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാനൊക്കെ നമുക്ക് ഇപ്പം ഫൈബർ ഓപ്റ്റിക് വെച്ചിട്ട് പറ്റും. ഇനി എന്താണ് അതിൻ്റെ ഗുണങ്ങൾ? ഒന്ന്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻറ്റുബേഷൻസിനെ എളുപ്പമാക്കാൻ പറ്റും. പിന്നെ ഇപ്പം കഴുത്തധികം അനക്കാൻ പറ്റാത്ത പേഷ്യൻ്റ്, നമുക്ക് ആ ഡയറക്റ്റ് ലെൻഗോസ്കോപ്പി ചെയ്യാൻ തല ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ എയർവേ ട്രോമ മേ ബി റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ഇംപ്രൂവ്ഡ് വിഷൻ. അപ്പോൾ ഒരുപാടിട്ട് മുറിവൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഈസിയർ ടു ടീച്ച് ദാൻ ഡയറക്റ്റ് ലെൻഗോസ്കോപ്പി. കാരണം ട്രെയിനിക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഭയങ്കര സ്കില്ല് വേണം, നല്ല വ്യൂ വേണം ട്യൂബ് കടത്തണമെങ്കിൽ. പിന്നെ ബെറ്റർ മൗത്ത് ഓപ്പണിംഗ് ഇസ് റിക്വയർഡ് ദാൻ ഫോർ ഫ്ലെക്സിബിൾ ഫൈബർ ഓപ്റ്റിക് ഇൻറ്റുബേഷൻ. പിന്നെ കോസ്റ്റ് ഒരു പ്രശ്നമാണ്. ബ്ലഡ് ആൻഡ് സെക്രീഷൻസ് മേ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പയർ ദ വ്യൂ. വീഡിയോ ലെൻഗോസ്കോപ്പി എന്ന് പറയുന്ന ഒരു സാധനം, അതും ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തും അതിന് ശേഷവും ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിന് 4 സ്റ്റെപ്പാണുള്ളത്. മൗത്ത് സ്ക്രീൻ, മൗത്ത് സ്ക്രീൻ, മൗത്ത് ലുക്ക് ഇൻ ദ മൗത്ത് ആസ് യു ഇൻസേർട്ട് വീഡിയോ. അപ്പം ആദ്യം വായ്ക്കുള്ളിൽ നോക്കി നമ്മൾ പതുക്കെ വീഡിയോ ലെൻഗോസ്കോപ്പ് ഉള്ളിലോട്ട് കടത്തുക. പിന്നെ സ്ക്രീനിലേക്ക് നോക്കുക, എവിടെ എത്തി എന്നുള്ളത് അറിയുക. എപ്പിഗ്ലോട്ടിസ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും വായ്ക്കുള്ളിലോട്ട് നോക്കുക, എന്നിട്ട് വേണം ട്യൂബ് കടത്താനായിട്ട്, എൻഡോട്രക്കിയൽ ട്യൂബ്. എന്നിട്ട് പിന്നെ അടുത്ത ലുക്ക് വീണ്ടും സ്ക്രീനിലേക്ക്, ആ ട്യൂബ് എവിടെ എത്തിയെന്ന് നോക്കുക. ട്യൂബ് കറക്റ്റായിട്ട് വോക്കൽ കോഡിനകത്ത് കയറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വീഡിയോ ലെൻഗോസ്കോപ്പ് ഊരി മാറ്റാവൂ. അപ്പോൾ വീഡിയോ ലെൻഗോസ്കോപ്പ് ഇടുന്നതിന് 4 മെത്തേഡ്, 4 സ്റ്റെപ്പാണ്. ഒന്ന് മൗത്ത്, ആദ്യം വാ നോക്കുക, പിന്നെ സ്ക്രീൻ നോക്കുക, പിന്നെ വാ നോക്കുക, പിന്നെ സ്ക്രീൻ നോക്കുക. ഇതാണ് വീഡിയോ ലെൻഗോസ്കോപ്പിന്റെ ഒരു ഉദാഹരണം. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് വോക്കൽ കോഡ്. ഈ ഒരു വ്യൂ കിട്ടണം, എന്നിട്ട് ട്യൂബ് ഉള്ളിലോട്ട് പോകുന്നത് നമുക്ക് കാണുകയും വേണം. ഇനി അടുത്തത് ഫൈബർ ഓപ്റ്റിക് എൻഡോസ്കോപ്പ് ഫോർ ഇൻറ്റുബേഷൻ. അതിൻ്റെ യൂസുകൾ വരുന്നത് എവേക്ക് ഇൻറ്റുബേഷൻ, പർട്ടിക്കുലർ ഇൻ പേഷ്യൻസ് വിത്ത് ഡിഫിക്കൽട്ട് എയർവേ, ടു ചെക്ക് ദ പൊസിഷൻ ഓഫ് ദ എൻഡോട്രക്കിയൽ ട്യൂബ് ഫോർ പ്ലേസ്മെന്റ് ഓഫ് ബ്രോങ്കിയൽ ബ്ലോക്കേഴ്സ്, ടു ഗൈഡ് പെർക്യൂട്ടേനിയസ് ട്രക്കിയോസ്റ്റമി. അപ്പം ഫൈബർ ഓപ്റ്റിക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബ് മാറ്റി തൊണ്ടയെ കൂടെ കിഴിച്ച് ട്രക്കിയോസ്റ്റമി ചെയ്യുന്നതിന് നമുക്ക് ഫൈബർ ഓപ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. മേളിൽ നിന്ന് ഒരാൾ ഫൈബർ ഓപ്റ്റിക് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രക്കിയോസ്റ്റമി ചെയ്ത് ട്രക്കിയോസ്റ്റമി ഇട്ട് കഴിഞ്ഞിട്ട് ഫൈബർ ഓപ്റ്റിക് ഊരി മാറ്റാൻ പറ്റും. ഡയഗ്നോസിസ് ഓഫ് അപ്പർ എയർവേ പെത്തോളജി, എന്തെങ്കിലും അവിടെ മുഴയോ എന്തെങ്കിലും സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഫൈബർ ഓപ്റ്റിക് കൂടെ അറിയാൻ പറ്റും. ഇതാണ് ഫൈബർ ഓപ്റ്റിക്. ഇപ്പോൾ ഫൈബർ ഓപ്റ്റിക് നമുക്ക് ഐജലിനകത്തൂടെ ചെയ്യാം, എൻഡോട്രക്കിയൽ ട്യൂബിനകത്തൂടെ ചെയ്യാൻ പറ്റും. ഫൈബർ ഓപ്റ്റിക് ഇൻറ്റുബേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ? ഫൈബർ ഓപ്റ്റിക് permits visualization of the airway beyond the glottis. It may facilitate intubation, particularly in patients with difficult oropharyngeal anatomy. ഇപ്പം ഭയങ്കര തടിയായിട്ടുള്ള ബേരിയാട്രിക് സർജറീസിനൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഓറോമാക്സിലോഫേഷ്യൽ സർജറീസ്, ചില ന്യൂറോ സർജറി പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ നമുക്ക് ഫൈബർ ഓപ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. Once the insertion code is correctly positioned, ETT is reloaded into the position, permits pulmonary suction. ഇപ്പോൾ എന്തെങ്കിലും അകത്ത് സെക്രീഷൻസ് ഉണ്ടെങ്കിൽ അതും അപ്പോൾ ആ സമയത്ത് സക്ക് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഭയങ്കരമായിട്ട് സ്കില്ല് വേണ്ട ഒരു സാധനം. എല്ലാവർക്കും എല്ലാവർക്കും ചിലപ്പോൾ ഇതിന് സ്കില്ലായിരിക്കത്തില്ല. പിന്നെ ബ്ലഡ് ആൻഡ് സെക്രീഷൻസ് എയർവേ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഡീകണ്ടാമിനേഷൻ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത പെട്ടെന്ന് ഞാൻ എൻഡോട്രക്കിയൽ ട്യൂബുകളിലേക്ക് പോവാണ്. കഫ്ഡ് ഓറൽ എൻഡോട്രക്കിയൽ ട്യൂബ് എല്ലാവരും
സുപരിചിതരായിരിക്കും ഇതിനെപ്പറ്റി. ഇറ്റ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എൻഡോട്രക്കൽ ട്യൂബ്, കഫുള്ള എൻഡോട്രക്കൽ ട്യൂബ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെക്യൂർ ദ എയർവേ allowing spontaneous or controlled ventilation. They are used in anesthesia, resuscitation and critical care situation. അപ്പം ER ഉപയോഗിക്കാം, തിയേറ്ററിൽ ഉപയോഗിക്കാം, ICU ഉപയോഗിക്കാം. മോഡേൺ ട്യൂബ്സ് ആർ സിംഗിൾ യൂസ് ആൻഡ് മെയ്ഡ് ഓഫ് PVC. ഒറ്റ തവണ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറാസ് ദ ഒറിജിനൽ ഡിസൈൻസ് യൂസ് സ്റ്റെറിലൈസ്ഡ് റബ്ബർ, റെഡ് റബ്ബർ ട്യൂബ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഇതാണ് ഒരു എൻഡോട്രക്കൽ ട്യൂബ്. അപ്പോൾ ഒരു കണക്ടർ ഉണ്ടാവും, പിന്നെ ട്യൂബ് ഇവിടെ അതിൻ്റെ അറ്റം ബിവൽഡ് ആയിരിക്കും, ഒരു സൈഡ് ചെത്തിയതുപോലെ ആയിരിക്കും. ഇവിടെ ഒരു മർഫി സൈ എന്ന് പറയുന്ന കീഴ്ത്തി ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കഫ്. പിന്നെ 2-3 മാർക്കിങ്സ് ഉണ്ടാവും ഇവിടെ. പിന്നെ ഒരു നീല നിറത്തിലുള്ള ഒരു വര കാണാം. അതിനെയാണ് റേഡിയോ ഒപ്പേക്ക് ലൈൻ. നമ്മൾ എക്സ്റേ എടുത്തു കഴിയുമ്പോൾ ട്യൂബ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. പിന്നെ ഓരോ മാർക്കിങ്സ് ഉണ്ട്, 20, 22, 24 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ട്യൂബ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. പിന്നെ ഒരു പൈലറ്റ് ബലൂൺ ഉണ്ടാവും, അതിനകത്താണ് നമ്മൾ എയർ കയറ്റുന്നത്. ആ പൈലറ്റ് ബലൂൺ ഇവിടെ വന്ന് ഈ കഫുമായിട്ട് കണക്ട് ചെയ്ത് കഫിനെ വീർപ്പിക്കുക. അപ്പോൾ ഇവിടെ കയറ്റുന്ന എയർ ആയിരിക്കും ഈ കഫിൻ്റെ ഉള്ളിലേക്ക് എത്തുക. അപ്പം ഇന്റേണൽ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റേഴ്സ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ സൈസ് ഓഫ്. അപ്പോൾ ട്യൂബ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ എപ്പോഴും ഇന്റേണൽ ഡയമീറ്റർ. ഇതിപ്പോൾ ഒരു 8-ന്റെ ട്യൂബാണ്. അപ്പോൾ 8.5, 8, 7.5, 7, 6.56 എന്നൊക്കെ പറയുന്നത് ഇന്റേണൽ ഡയമീറ്റർ ആണ്, ഉള്ളിലെ ഡയമീറ്റർ ആണ്. ഔട്ടർ ഡയമീറ്റർ ഇസ് ഓൾസോ മാർക്ക്. പക്ഷെ അതല്ല നമ്മൾ പറയുന്നത്. പേഷ്യന്റിനെ സെലക്ട് ചെയ്യുന്നത് ഇന്റേണൽ ഡയമീറ്റർ ആണ്. ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ ട്യൂബ് ഹാസ് എ ലെഫ്റ്റ് ഫേസിംഗ് ബിവൽ to improve the view of laryngoscopy, during which the tube is inserted from right hand side. അപ്പോൾ എപ്പോഴും ബിവൽ, ഈ ചെത്തിയിരിക്കുന്ന ഭാഗം ഇടത്തോട്ടാണ് ചെത്തിയിരിക്കുക. കാരണം നമ്മൾ ഇടുന്നത് എപ്പോഴും വലത്തൂടെയാണ്. അപ്പോൾ നമ്മുടെ വ്യൂ സുഗമമാവാനാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കഫ് is positioned just distal to the glottis, which is in an adult leaves the tip of the tube a few centimeters to proximal to the carina. പിന്നെ there is often a mark which should remain visible. അപ്പോൾ നമുക്ക് എന്നാലേ അറിയത്തുള്ളൂ നമ്മൾ എവിടം വരെയാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കീഴ്ത്തിയുണ്ട്, അതിൻ്റെ പേരാണ് മർഫി ഐ എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ടിപ്പ് എവിടെയെങ്കിലും പോയി ഒബ്സ്ട്രക്ട് ചെയ്തിരുന്നാലും ഈ മർഫി സൈ കൂടെ തന്നെ നമുക്ക് ശ്വാസോച്ഛ്വാസം സുഖമായിട്ട് നടക്കും. ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ഇസ് മാർക്ഡ് ഇൻ സെന്റിമീറ്റർ along the tube. There is a standard 15mm connection for the breathing system at the proximal end. A radio opaque line, ഞാൻ പറഞ്ഞില്ലേ, ഒരു നീല നിറത്തിലുള്ള വര കാണാം, അത് എക്സ്റേ കൂടെ കാണാൻ പറ്റും. അൺകഫ് ട്യൂബ്സ് ആർ ട്രഡീഷണലി ഫേവർഡ് ഇൻ പീഡിയാട്രിക്സ്. കഫ് ഇല്ലാത്തത്. കഫ് ക്രിയേറ്റ്സ് എ സീൽ. അപ്പോൾ കഫ് എന്തിനാണ് ഇടുന്നത്? കഫ് ഇട്ട് വീർപ്പിച്ച് കഴിയുമ്പോൾ ആ ട്യൂബ് അവിടെ തന്നെ നിൽക്കാൻ ഒരു സീൽ ഉണ്ടാക്കും. അപ്പോൾ അത് ഊരി വരത്തില്ല. 2, അത് ആസ്പിറേഷൻ, തൊണ്ടയിൽ നിന്നുള്ള വെള്ളം ഒന്നും ഇറങ്ങി ലങ്സിലേക്ക് പോവാൻ അത് തടയും. It is connected by a pyrite balloon which incorporates a valve for injecting air. ഒരു one-way valve ആണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരത്തില്ല. The cuff should be inflated at lowest pressure at which there is no longer air leak, which should be at a range of 20 to 30. ഇപ്പോൾ കഫ് പ്രഷർ അളക്കാനുള്ള മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അളന്ന് വേണം നമുക്ക് കറക്റ്റായിട്ടുള്ള. അപ്പോൾ ഓവറായിട്ട് പോകരുത്. ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ലാരിങ്സിനോട് ട്രോമ ഉണ്ടാക്കാം. മോഡേൺ കഫ്സ് ആർ യൂഷ്വലി ലോ പ്രഷർ ഹൈ വോളിയം. മനസ്സിലായില്ലേ? ലോ പ്രഷർ ഹൈ വോളിയം ഡിസൈൻസ് വിച്ച് സ്പ്രെഡ് ലോവർ പ്രഷേഴ്സ് ഓവർ ലാർജ് ഏരിയ ഓഫ് ദ ട്രക്കിയ. അപ്പോൾ അതുമൂലം നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നത് കുറയും. ഓൾഡർ കഫ്സ് വെയർ ഹൈ പ്രഷർ ലോ വോളിയം, അത് കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാക്കും. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡെഫിനറ്റീവ് എയർവേ എന്ന് പറയുന്നത് എൻഡോട്രക്കൽ ട്യൂബാണ്. എന്തും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എൻഡോട്രക്കൽ. ഇപ്പം ഫാസ്റ്റിംഗ് ആണോ അല്ലയോ ഇറക്കിയോ എന്തിനും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് എൻഡോട്രക്കൽ ട്യൂബ്. ഹെൽപ്സ് പ്രിവെന്റ് ആസ്പിറേഷൻ, അലൗസ് സം ലീവറേ ഇൻ സൈസിങ് ഓഫ് ദ ട്യൂബ്സ്, അലൗസ് വെന്റിലേഷൻ പ്രഷർ, അലൗസ് ഹൈ വെന്റിലേഷൻ പ്രഷേഴ്സ്. എല്ലാം ഇടുമ്പോഴൊന്നും നമുക്ക് ഹൈ വെന്റിലേഷൻ പ്രഷേഴ്സിൽ നമുക്ക് വെന്റിലേഷൻ നടക്കണമെന്നില്ല. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഭയങ്കര സ്കില്ല് വേണം. ഇത് സുപ്രാഗ്ലോട്ടിക് എയർവേക്കാട്ടിലും സ്കില്ല് വേണം. പിന്നെ റിസ്ക് ഓഫ് പ്രഷർ നെക്രോസിസ്, കഫ് വീർപ്പിച്ച് അനാവശ്യമായിട്ട് ഉള്ള പ്രഷറിൽ വീർപ്പിച്ചാൽ അവിടെ നെക്രോസിസ് ഉണ്ടാവാം. പിന്നെ റിസ്ക് ഓഫ് കഫ് ഹെർണിയേഷൻ പ്രോക്സിമിറ്റി ത്രൂ ദ ഗ്ലോട്ടിസ്. ഇനി എങ്ങനെയാണ് സൈസ് അളക്കുക? ഇപ്പോൾ പീഡിയാട്രിക്കിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചൈൽഡ് ലെസ് ദാൻ, അപ്പോൾ ETT സൈസ് എങ്ങനെയാണ്? ഏജ് ബൈ 4+4. അതാണ് നമ്മൾ മോർ ദാൻ 2 years ആണെങ്കിൽ. ലെസ് ദാൻ 2 years ആണെങ്കിൽ ഏജ് ബൈ 3+3. അപ്പം നമ്മൾ ഒരു അളവനുസരിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം ന്യൂ ബോണിൽ ഒരു 3.5 3 monthsന് 6 kgക്കും 3.5 1 yearന് 4. പക്ഷേ ഈ ഒരു ഫോർമുല അനുസരിച്ചിട്ട് വേണം നമ്മളത് സൈസ് കണക്കാക്കി നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അഡൽസിനാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്മോൾ ഫിംഗറിൻ്റെ അളവ് നോക്കിയിട്ട് ചിലവർ അങ്ങനെയും ET ട്യൂബിൻ്റെ അളവ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇനിയും വരുന്നത് അൺകഫ് ട്യൂബാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി ട്യൂബ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് ഇവിടെ കഫില്ല, പൈലറ്റ് ബലൂണും ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പം ഇത് കൂടുതൽ നമ്മൾ പീഡിയാട്രിക് പേഷ്യൻസിലാണ് ഇടുന്നത്. കാരണം കഫ് ഇടാനുള്ള സൈസ് കണ്ട് അവരുടെ ലാരിങ്സ് ഒരു പ്രത്യേക ഷേപ്പിലാണ്. അവർക്ക് ഇച്ചിരി കോണിക്കൽ ഷേപ്പാണ് ലാരിങ്സ്. അപ്പം അതുകൊണ്ട് കഫ് ഇട്ട് കഴിഞ്ഞാൽ ട്രോമ ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ കഫ് കയറില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ, അപ്പം ഇത് ട്യൂബ് ഇറങ്ങി ഡിസ്ലോഡ്ജ് ആവാനുള്ള സാധ്യത ഇച്ചിരൂടെ അഡൽസിനെ കാട്ടി കുറവാണ് പീഡിയാട്രിക് പേഷ്യൻസിൽ. അപ്പം നമുക്ക് അൺകഫ് ട്യൂബ്സ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക നിയോനേറ്റ്സിലും ചെറിയ പീഡിയാട്രിക് കുട്ടികളിലും. അൺകഫ് ട്യൂബ്സ് ആർ ഓഫൻ യൂസ്ഡ് ഇൻ പീഡിയാട്രിക് concerns of necrosis caused by cuff pressure. Point of the pediatric airway. Pediatrics pinna uses adult sizes are also available but very less used. Uncuffed tube provides the widest possible lumen for giving external diameter, thus reducing resistance. Risk of pressure necrosis is avoided. Lack of cuff reduces risk of trauma at a blockage. പക്ഷെ വളരെ കറക്റ്റ് ആയിട്ടുള്ള സൈസ് വേണം ഇടാൻ, അല്ലെങ്കിൽ ലീക്ക് വരും, പിന്നെ ആസ്പിറേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അണേബിൾ ടു കോമ്പൻസേറ്റ് ഫോർ ചേഞ്ചസ് ഇൻ എയർവേ ഡയമീറ്റർ occurring during long term ventilation. ഒരു ICU ലോങ് ടേം വെന്റിലേഷനിലൊക്കെ ഇടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഹൈ വെന്റിലേഷൻ പ്രഷേഴ്സ് നോട്ട് അച്ചീവബിൾ ഡ്യൂ ടു ലീക്ക്. ഇനി അടുത്ത സ്പെഷ്യലൈസ് ട്യൂബുകളാണ്. ഇതാണ് RAE ട്യൂബ് അല്ലെങ്കിൽ റിംഗ് അഡയർ എൽവിൻ ട്യൂബ് എന്ന് പറയും. ഇതിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സൗത്ത് പോളും നോർത്ത് പോളും. സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ താഴോട്ട് നമ്മുടെ കാലിൻ്റെ അങ്ങോട്ട് വളഞ്ഞിരിക്കുന്നു. നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ അങ്ങോട്ട് വളഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാലിൻ്റെ അങ്ങോട്ട് വളഞ്ഞ, അതിനെ സൗത്ത് RAE എന്ന് പറയും. അപ്പം ഇതെന്തിനാണ്? ദേ ആർ അവൈലബിൾ കഫ്ഡ് ഓർ അൺകഫ്ഡ് ആൻഡ് ദ കഫ്ഡ് വേർഷൻസ് ഹാവ് എ ഡബിൾ മർഫീസ് ഐ. 2 മർഫീസ് ഐ ഉണ്ടാവും. ഇൻ മോസ്റ്റ് ഇത് ട്യൂബ് ഇസ് കറക്റ്റ്ലി പൊസിഷൻ വെൻ ദ തിക് ബ്ലാക്ക് ലൈൻ ഇസ് അറ്റ് ദ ലോവർ ലിപ്പ്. തിക് ബ്ലാക്ക് ലൈൻ ലോവർ ലിപ്പിൻ്റെ അവിടെ ആകുമ്പോഴാണ് അത് കറക്റ്റ്ലി പ്ലേസ്ഡ് എന്ന് നമ്മൾ പറയുക. പിന്നെ ഹെഡ് ആൻഡ് നെക്ക് സർജറീസ്, ENT സർജറീസിനൊക്കെയാണ് കൂടുതലും RAE ട്യൂബ്. ഇപ്പം ടോൺസിൽ, അഡിനോയിഡക്ടമി, അതിനൊക്കെ നമുക്ക് സൗത്ത് RAE ട്യൂബ് ഉപയോഗിക്കാം. ഒഫ്താൽമിക് സർജറീസ്. അപ്പോൾ സർജന്റെ വഴിയിൽ നമ്മുടെ എയർവേ വരാതിരിക്കാനായിട്ട് അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇംപ്രൂവ് സർജിക്കൽ ആക്സസ്, റെഡ്യൂസ് സർജിക്കൽ ഇന്റർഫിയറൻസ്. ഡിസഡ്വാൻറ്റേജ്, പെർഫോം ഷേപ്പ് മേ നോട്ട് ഫിറ്റ് ഓൾ ഇൻഡിവിജ്വൽസ്. ചിലപ്പോൾ ഇത് ഇടാൻ ഭയങ്കര പ്രയാസമായിട്ട് വരും. പിന്നെ ചിലപ്പോൾ ഇത് ഉള്ളിലേക്ക് കടന്ന് ബ്രോങ്കസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതാണ് നോർത്ത് ട്യൂബ്, അതായത് തലയുടെ അങ്ങോട്ട് വളഞ്ഞിരിക്കുന്നത്. അപ്പം താടിയലിൻ്റെ അവിടെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഇത് സുഖമായിട്ട് ഇടാൻ പറ്റും. പിന്നെ മൂക്കിൽ കൂടെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ട സമയത്ത് ഇത്. അപ്പോൾ കൂടുതലും വായിക്കകത്തുള്ള പ്രൊസീജിയേഴ്സ്, ഓറോ മാക്സിലോഫേഷ്യൽ പ്രൊസീജിയേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നോർത്ത് ട്യൂബ്. To insert under direct vision laryngoscopy is performed and the tube is generally inserted through the nostril directed towards the glottis. Final placement with Magel's forceps is often required. Following insertion, the right angle curve is designed to sit at the external nerves and the tube is taped in place around the nose. Use of maxillofacial surgery, dental surgery, as an alternative to tracheostomy for respiratory weaning. Permits unimpeded surgical access to oral cavity, better tolerated in semi-conscious awake patients. കാരണം മൂക്കി കൂടെ ഇടുന്നുണ്ട്. Patients cannot bite the tube. അതാണ് വേറൊരു വലിയ ഗുണം. ട്യൂബ് is easily stabilized. പിന്നെ ഡിസഡ്വാൻറ്റേജസ്, റിസ്ക് ഓഫ് എപ്പിസ്റ്റാക്സിസ്, കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ സ്കൾ ബേസൽ ഫ്രാക്ചർ. നമ്മൾ നേസോഫാരിഞ്ചൽ എയർവേക്ക് പറഞ്ഞ അതേ പ്രശ്നം തന്നെ ഇവിടെയുണ്ട്. ബ്ലീഡിങ് ഇഷ്യൂസും പിന്നെ സ്കൾ ബേസൽ ഫ്രാക്ചർ ഉള്ളവർക്കും ഇത് ഇടാൻ കഴിയില്ല, കാരണം മൂക്കി കൂടെ ഇടുന്നുണ്ട്. ഇനി റീഇൻഫോഴ്സ് ട്യൂബ് എന്ന് പറയും, ഫ്ലെക്സോ മെറ്റാലിക് നമ്മൾ പറയും. ന്യൂറോ സർജറിക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല ഷേപ്പിൽ പല രീതിയിലേക്ക് നമുക്ക് ഇതിനെ വളച്ചൊക്കെ വെക്കാൻ പറ്റും. ട്യൂബ് കിങ് ആവത്തില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. റീഇൻഫോഴ്സ് ട്യൂബ്സ് ആർ മെയ്ഡ് ഓഫ് PVC വിത്ത് സ്പൈറൽ മെറ്റൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ അത് കിങ് ആവത്തില്ല. ഓഫൻ യൂസ് ഇൻ സിറ്റുവേഷൻസ് വേർ ദ ട്യൂബ് മസ്റ്റ് ബി പൊസിഷൻഡ് away from the surgical field. Neuro surgery, maxillofacial, shoulder surgery, prone positioning with some fiber optic or indirect laryngoscopy techniques. Bends without kinking, but cannot be cut to a size, remains deformed if bitten by the patient, causing obstruction. ഇനി മൈക്രോ ലെറിഞ്ചൽ ട്യൂബ്. ഇപ്പം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡൽറ്റിന് ഇടാൻ പറ്റുന്ന ട്യൂബായിരിക്കും, പക്ഷെ വളരെ തിന്നായിരിക്കും. സാധാരണ എൻഡോട്രക്കിയൽ ട്യൂബിനെക്കാട്ടി തിന്നായിരിക്കും. ഇത് എന്തിനാണ് യൂസ് വരുന്നത്? ഇത് യൂസ് വരുന്നത് നമ്മുടെ ലാരിങ്സിൻ്റെ അവിടെ, വോക്കൽ കോഡിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ സർജറി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇടാൻ പറ്റും. അപ്പം അവർക്ക് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ സർജറി അവിടെ ചെയ്യാൻ പറ്റും. ട്യൂബിൻ്റെ കാരണം കൊണ്ട് ഒബ്സ്ട്രക്റ്റഡ് ആവുന്നില്ല സർജന്. അങ്ങനെയുള്ള സാധനത്തിനാണ് മൈക്രോ ലെറിഞ്ചൽ ട്യൂബ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ഇൻ്റർണൽ ഡയമീറ്റർ 4 or 5 or 6 എന്ന് പറയുന്ന സൈസിലാണ്. അപ്പോൾ യൂസ്ഡ് വെൻ എയർവേ ഹാസ് ബീൻ നാരോഡ് ബൈ എ ട്യൂമർ ഓർ അതർ അബ്നോർമാലിറ്റി. ഇതാണ് ഡബിൾ ല്യൂമൻ ട്യൂബ്. നിങ്ങൾക്കറിയാം ലങ് സർജറീസ്, മിനിമൽ ആക്സസ് കാർഡിയാക് സർജറീസ്, അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഡബിൾ ല്യൂമൻ ട്യൂബ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ട്യൂബ്സ് വിച്ച് അലോ ഐസൊലേഷൻ ഓഫ് എ lung and single lung ventilation. Alternative infrequently used techniques include positioning single lumen tube beyond a carina or bronchial blocker. DLTs are most commonly used to facilitate thoracic surgery to protect good lung from contralateral pathology to allow ventilation in presence of major air leak.
ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഇത് ട്രക്കിയൽ ഭാഗം, ഇത് ബ്രോങ്കിയൽ ഭാഗം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ ബ്രോങ്കിയൽ ഭാഗം ഉള്ളിലേക്ക് കടക്കും. ഇതാണ് ട്രക്കിയൽ ഭാഗം, ഇവിടെ വന്ന് നിൽക്കും. ഈ ബിവൽ ഡെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബിവൽ ഡെന്റിൽ കൂടെ എയർ പോയിട്ടാണ് നമ്മുടെ റൈറ്റിലേക്കുള്ള ലങ്സിനെ എയറേറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് ലെഫ്റ്റിലേക്കുള്ളത് ബ്രോങ്കിയൽ ഭാഗം. നേരെ തിരിച്ച് ഇവിടെ ഇത് റൈറ്റ് സൈഡിൽ DLT ആണ്. ഇവിടെ ഈ സൈഡിലാണ് ബിവൽ ഡെന്റ്. അപ്പൊ ഇത് വെച്ചിട്ട് ലെഫ്റ്റ് ലങ്ങിന്, അപ്പൊ ഇത് ഏതാണോ നമുക്കിപ്പോ ഈ ലങ്സ് നമുക്ക് തൽക്കാലം ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിംബ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടോ ക്ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഏത് ലങ്സ് ആണ് ഡൗൺ ചെയ്യേണ്ടത് അത് നമുക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതാണ് ഡബിൾ ലൂമൻ ട്യൂബിന്റെ പ്രത്യേകത. അപ്പൊ ലങ് സർജറീസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ സൈഡിലെ ലങ് നമുക്ക് ഡൗൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്യൂബുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് ഇടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, കാരണം ഇതിന് രണ്ട് വളവുണ്ടാവും. ആദ്യത്തെ ഈ ഒരു വളവുണ്ട്, ആദ്യത്തെ ഇവിടെ കണക്ടറിൽ നിന്ന് ട്യൂബിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വളവുണ്ട്, പിന്നെ ഒരു വളവ് ഇങ്ങോട്ട് റൈറ്റ് ആംഗിളിലേക്ക് ഒരു വളവുണ്ട്. അപ്പൊ ആദ്യം അക്യൂട്ടായിട്ടൊരു വളവ്, പിന്നെ അക്യൂട്ടായിട്ടുള്ള അടുത്ത ഒരു വളവും കൂടെ ഉണ്ടാവും. അതെങ്ങനെ ഇടുന്ന, ആദ്യം ട്യൂബ് സൈസ് കറക്റ്റ് ആണോ നോക്കുക. 35 French 37 French ആണ് വിമൻ ഉള്ളത്, 39 41 for men. Ensure that you have the connection of the breathing system and that stillet is approximately curved. Exaggerating the bronchial curve is often helpful. Perform direct laryngoscopy. Laryngoscope ഇടുക, എന്നിട്ട് ബ്രോങ്കിയൽ കർവ് ആംഗിൾഡ് ആൻറ്റീരിയർലി. ഈ ബ്രോങ്കിയൽ കർവ്, അതായത് ആദ്യം പോകുന്നത് നമ്മൾ ആൻറ്റീരിയർലി, ടങ്ങിനൊക്കെ ആൻറ്റീരിയർ പാരലായിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറ്റുക. ആസ് സൂൺ ആസ് ഇറ്റ് passes through the cords, remove the stillet and rotate 90 degrees. 90 ഡിഗ്രി വലത്തോട്ട് ചരിക്കണം. വലത്തോട്ട് ചരിച്ചു കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ ഡിസൈഡ് ബ്രോങ്കസ്, ഏത് ബ്രോങ്കസിലേക്ക്, ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് ട്യൂബ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. എന്നിട്ട് എയർവേ ട്രോമ ക്യാൻ ബി റിഡ്യൂസ്ഡ് ഇഫ് ദ സ്റ്റില്ലറ്റ് ഇസ് നോട്ട് റിമൂവ്ഡ്. എയർവേ ട്രോമ ക്യാൻ റിസൾട്ട് ഇഫ് സ്റ്റില്ലറ്റ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റില്ലറ്റ് ഊരണം. എന്നിട്ട് നമ്മൾ വീണ്ടും അകത്തോട്ട് ട്യൂബ് തെള്ളിപ്പോണം, ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യണം. റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ കണക്ട് ദ ബ്രീത്തിങ് സിസ്റ്റം ആൻഡ് ഇൻഫ്ലേറ്റ് ദ ട്രക്കിയൽ കഫ്. At this point, a correctly positioned DLT should function like a standard single lumen tube and ventilate both the lungs. ഈ സമയത്ത് രണ്ട് ലങ്സും ഇൻഫ്ലേറ്റ് ആവും. എപ്പോഴാണ് നമ്മൾ ഡൗൺ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഇതിന് ക്ലാമ്പ് ഇടുമ്പോഴാണ് നമ്മളത് ഡൗൺ ചെയ്യുന്നത്. ഇതിന് രണ്ട് കഫ് ഉണ്ടാവും, ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ബ്രോങ്കിയൽ കഫും ഉണ്ട്. അപ്പോൾ രണ്ട് കഫും നമ്മൾ വീർപ്പിക്കേണ്ടതായിട്ടുണ്ടാവും. നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇറ്റ് ഐസൊലേറ്റ്സ് എല്ലാം. ഒരു ലങ്ങിനെ മാറ്റി നിർത്തി നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. പെർമിറ്റ്സ് ഇൻഡിപെൻഡന്റ് സക്ഷനിങ്, ഒരു ലങ് മാത്രമായിട്ട് സക്ഷൻ ചെയ്യാൻ പറ്റും. പെർമിറ്റ്സ് ഇൻഡിപെൻഡന്റ് വെന്റിലേഷൻ, ഒരു ലങ്ങിനെ മാത്രമായിട്ട് വെന്റിലേറ്റ് ചെയ്യാം. യൂസ് ഓഫ് ലങ് സർജറീസ്, യൂസ്ഡ് ഇൻ ലങ് സർജറീസ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ബൾക്കിയാണ്, ഭയങ്കര വലുതാണ്, ഇടാൻ ഭയങ്കര പ്രയാസമാണ്. മറ്റേതിനേക്കാൾ ടീച്ചറോട് സ്കില്ല് വേണം. പ്രോൺ ടു ഡിസ്ലോജ്മെന്റ് ഡ്യൂറിങ് പേഷ്യന്റ് പൊസിഷനിങ് ഓഫ് സർജറി. മേ നീഡ് ടു ചേഞ്ച് ഫ്രം എ സിംഗിൾ ലൂമൻ ട്യൂബ് ബിഫോർ ഓർ ആഫ്റ്റർ സർജറി. ഇത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ICUലേക്ക് പേഷ്യന്റിനെ വിടാൻ പറ്റത്തില്ല. അപ്പം ഇത് മാറ്റി മറ്റേ നമ്മുടെ സാധാരണ എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ICUലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ലാസ്റ്റ് എൻ്റെ ഭാഗമാണ് ട്രക്യോസ്റ്റമി ട്യൂബ്സ്. ഇത് ഇൻഫ്രാഗ്ലോട്ടിക് എയർവേ ഡിവൈസസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഇറ്റ് മേ ബി ഇനിഷ്യലി ഇൻസർട്ടഡ് സർജിക്കലി ഓർ യൂസിങ് പെർക്യൂട്ടേനിയസ് ടെക്നിക്. മോസ്റ്റ് കോമൺലി ദിസ് ഇസ് പെർഫോംഡ് അണ്ടർ ജനറൽ അനസ്തേഷ്യ, ബട്ട് ലോക്കൽ അനസ്തേഷ്യയിൽ ട്രക്യോസ്റ്റമി ചെയ്യാറുണ്ട്. ഇത് കഫുള്ള ഒരു ട്രക്യോസ്റ്റമി ട്യൂബാണ്. ഇതിന് കണക്ടർ ഉണ്ടാവും. ഇതാണ് നെക്കിൽ കണക്ട് ചെയ്യുന്ന ഫ്ലാഞ്ച്, പിന്നെ ട്യൂബ്, ഇത് കഫ്, ഇത് ടിപ്പ്. ഓക്കെ, അപ്പൊ ഈ കഫ് അഗെയിൻ പൈലറ്റ് ട്യൂബ്, ഒരു പൈലറ്റ് ബലൂൺ ഉണ്ട് ഇവിടെ, അതിനൊരു കണക്ടർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഈ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുക. ഇനി എന്താണ് യൂസസ്? ട്രക്യോസ്റ്റമീസ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ. നിങ്ങൾക്കറിയാം, അപ്പർ എയർവേ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ട്രക്യോസ്റ്റമി ഇട്ടായിരിക്കും നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നത്. പിന്നെ ലോങ് ടേം വെന്റിലേഷനിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ചെയ്യാൻ പറ്റും. പിന്നെ കാൺ വെന്റിലേറ്റ് സിറ്റുവേഷൻസിലും ട്രക്യോസ്റ്റമി ട്യൂബ്സ് ഇടാറുണ്ട്. പിന്നെ റെസ്പിറേറ്ററി വീനിങ്, കുറേ കാലമായിട്ട് ICU കിടക്കുന്ന പേഷ്യൻസിന് ട്യൂബ് മാറ്റി നമ്മൾ ട്രക്യോസ്റ്റമി ആക്കി പതുക്കെ ട്രക്യോസ്റ്റമി കൂടെ വെന്റിലേറ്റ് ചെയ്ത് ആൾക്ക് ഉണർന്നിരുന്ന ആൾക്ക് വേണമെങ്കിൽ സംസാരിക്കാനൊക്കെ പറ്റാനുള്ള ഒരു സാധ്യത കൊണ്ടുവരാൻ പറ്റും അതിൽ കൂടെ. പിന്നെ അതിൽ കൂടെ സക്ഷൻ ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് കിടക്കുക. ഇതാണ് ട്രക്യോസ്റ്റമി ട്യൂബ് കിടക്കുന്നത്. ഇത് കണ്ടോ, കഫ് എവിടെയാണുള്ളത്, പൈലറ്റ് ബലൂൺ വെളിയിൽ ഉണ്ടാവും, ട്രക്യോസ്റ്റമി ട്യൂബ് ഉണ്ടാവും. അപ്പം പിന്നെ അപ്പോൾ ഔട്ടർ ട്യൂബ് ഉണ്ട്, consists of curved plastic tube with a proximal flange that is sutured or tied in position to the neck. The tube has proximal 15 millimeter connection for breathing system. Some devices have an adjustable flange, allowing accommodation of abnormal anatomy such as large neck or distal tracheal obstruction.
പിന്നെ അഡൽട്ട് ട്യൂബ് ആണെങ്കിൽ ഇന്റർണൽ ഡയമീറ്റർ 6 to 10 millimeter വരെ അവൈലബിൾ ആണ്. ഏതാണോ അപ്രോപ്രിയേറ്റ് പൊസിഷൻ അതാണ് നമ്മൾ ഇടേണ്ടത്. ലാർജ് സൈസ് ആർ പ്രിഫർ വെൻ പോസിബിൾ ബിക്കോസ് ഓഫ് റിഡ്യൂസ് ചാൻസ് ഓഫ് മ്യൂക്കസ് പ്ലഗിങ്. വലിയ സൈസ് ആണെങ്കിൽ കഫം വന്നിട്ട് അവിടെ അടയാനുള്ള സാധ്യത കുറവായിരിക്കും. ഔട്ടർ ട്യൂബ് കഫ്ഡ് ആയിരിക്കും, അൺകഫ്ഡ് ആയിരിക്കും. ഇന്നർ ട്യൂബ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്ലാസ്റ്റിക് സ്ലീവ് ആണ്. അത് ഔട്ടർ ട്യൂബിൽ കൂടെ ഊരിങ് എടുത്തു മാറ്റാൻ കഴിയും. അതിനകത്ത് കഫം നിറയുവാണെങ്കിൽ അപ്പം അത് എടുത്തിട്ട് നമുക്കത് കഴുകി വീണ്ടും ഇടാൻ പറ്റും. Pediatric tubes are often of a single lumen design because of the narrow diameter. അതിന് ഒറ്റ ലൂമൻ ആയിരിക്കും ഉണ്ടാവുക. ഒപ്റ്ററേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാസ്റ്റിക് ഇൻസേർട്ട് വിത്ത് എ ബുള്ളറ്റ് ഷേപ്പ് ടിപ്പ് വിച്ച് പ്രൊട്രൂഡ്സ് ഫ്രം ദ ട്രക്യോസ്റ്റമി. ഇറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ് ഇൻ ഓർഡർ ടു വെന്റിലേറ്റ്. അതായത് ഒപ്റ്ററേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ അത് ഊരി മാറ്റണം. ഒപ്റ്ററേറ്റർ ഊരി മാറ്റാതെ നമുക്ക് ഒരിക്കലും വെന്റിലേറ്റർ കണക്ട്. അപ്പം വെന്റിലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ഈ ഒപ്റ്ററേറ്റർ എന്ന് പറയുന്നത് അതൊരു ബുള്ളറ്റ് പോലെ ഇങ്ങനെ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അത് ഊരി മാറ്റിയിട്ട് വേണം നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീച്ച് ഉപയോഗിക്കാൻ പറ്റും. സ്പീച്ച് സംസാരിക്കാൻ. ഇൻ സം പേഷ്യന്റ് ഡീഫ്ലേറ്റിംഗ് ദ കഫ് ഓർ യൂസിങ് എ അൺകഫ്ഡ് ട്രക്യോസ്റ്റമി വിൽ അലൗ ഇനഫ് എയർ ഫ്ലോ അറൌണ്ട് ദ ട്യൂബ് ടു പെർമിറ്റ് സ്പീച്ച് ആൻഡ് കോഫിംഗ്. അപ്പം ഇൻ ഓർഡർ ടു ഫോഴ്സ് എക്സേൽ, അപ്പം ഈ റീഹാബിലിറ്റേഷൻ കുറേ നാൾ വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യന്റിനെ തിരിച്ച് റീകുപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ട്രക്യോസ്റ്റമി ട്യൂബുകൾ ഇട്ടിട്ട് അവരെ പതുക്കെ സംസാരിക്കാനും ചുമയ്ക്കാനും ഒക്കെ അവർ ഓക്കെയാണ്, അവരുടെ എയർവേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഊരാൻ പറ്റും. In order to force the exhaled airway through the vocal cords rather than the tube, the tracheostomy may be covered by hand or one-way speaking valves such as Passy-Muir valve. അപ്പോൾ അവിടെ ഒരു വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുറത്തോട്ട് ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റും. To improve speech quality, fenestrated tracheostomy may be used. Both the outer and inner tube must be fenestrated. Fenestrated എന്ന് പറഞ്ഞാൽ കിഴുത്തുകളുള്ളത്. Through the inner tube may be changed back to a plain tube for suctioning or for short-term ventilation. Advantages: it is better tolerated than oral or nasal tubes. Oral hygiene is improved. Tracheostomy may be the only airway option in patients with upper airway lesions. എന്തെങ്കിലും മേളിൽ മുഴകളോ ലീഷൻസോ ഒക്കെ ഉള്ളവർക്ക് ഇതാണ് ഒരു ഓപ്ഷൻ. ഡെഡ് സ്പേസ് ആൻഡ് എയർവേ റെസിസ്റ്റൻസ്. ഡെഡ് സ്പേസ് ഒരുപാട് റെഡ്യൂസ് ചെയ്യും. ഫെസിലിറ്റേഷൻ ഓഫ് പൾമണറി ഫങ്ഷനിങ് ഈസ് എളുപ്പമാണ്. അപ്പം പൾമണറി ലങ്സ് സക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേഷൻ പെർഫ്യൂഷൻ നടക്കാത്ത ഭാഗങ്ങളെയാണ്. അപ്പം ട്യൂബൊക്കെ ആണെങ്കിൽ ഒരുപാട് നീളത്തിൽ കൂടെ പോകുമ്പം അത്രയും ഡെഡ് സ്പേസ് ആവും. അപ്പം ഇതിന് കുറയ്ക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊരി പോവാൻ, ഡിസ്ലോഡ്ജ് ആയി പോവാം, ന്യൂമോതൊറാക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, സെക്രീഷൻസ് വന്നിട്ട് അവിടെ അടഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. ഇതാണ് അൺകഫ്ഡ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ടിപ്പ് കണ്ടില്ലേ നിങ്ങൾ, ബുള്ളറ്റ് പോലെ ഇരിക്കുന്നത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്റ്ററേറ്റർ. അപ്പോൾ അത് ഊരി മാറ്റണം. ഊരി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇൻ പേഷ്യൻസ് ഹു ക്യാൻ പ്രൊട്ടക്ട് ദെയർ ഓൺ എയർവേ ആൻഡ് മാനേജ് ദെയർ സെക്രീഷൻസ് ബൈ കോഫിംഗ്. പിന്നെ ഡിസഡ്വാൻറ്റേജ്: അൺലെസ് എ ട്യൂബ് ഇസ് ക്ലോസ് വിത്ത് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ വിൽ നോട്ട് ബി പോസിബിൾ ബിക്കോസ് ഓഫ് ദ എയർ ലീക്ക്. കാരണം ഇത് കഫ് ഇല്ലാത്തതുകൊണ്ട് എയർ ലീക്ക് ഉണ്ടാവും. അപ്പം നല്ല കറക്റ്റ് സൈസ് ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഓക്കെ.